അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുക. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിലെ 10ാമത്തെ നോമ്പിലാണ് നമ്മൾ ഓരോരുത്തരും എത്തിയിട്ടുള്ളത്. 10 നോമ്പുകൾ നമുക്ക് നിർവഹിക്കാനായി അള്ളാഹു അത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അനുഷ്ഠിച്ച എല്ലാ ഇബാദത്തുകളും, അതുപോലെ തന്നെ ദിക്റുകളും ദുആകളും രാത്രി നമസ്കാരങ്ങളും എല്ലാം സ്വീകരിച്ചുകൊണ്ട് നാളെ പരലോകത്ത് ആ മീസാനിൽ കനന്തൂങ്ങുന്നൊരു അമലായി പരിഗണിച്ചുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി റമദാനിൻ്റെ 30% കഴിഞ്ഞു എന്ന് പറയാം. ഇനി 2 10 ബാക്കിയുള്ളത്. അതുകൊണ്ട് നല്ല രീതിയിൽ ഒരു അവലോകനം നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് നടത്തണം എന്നൊരു വസിയത്താണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം നമ്മുടേത് എവിടെ എത്തി എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. എത്രത്തോളം രാത്രി നമസ്കാരങ്ങൾക്ക് നമുക്ക് പങ്കെടുക്കാനായി? അങ്ങനെ നിശ്ചയിച്ച കാര്യങ്ങൾ, ഉദ്ദേശിച്ച കാര്യങ്ങൾ റമദാനിൽ എത്രത്തോളം നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നല്ലൊരു വിലയിരുത്തലിന് പറ്റിയ സന്ദർഭം കൂടിയാണ് ഈ 1ാമത്തെ 10 കഴിയുമ്പോൾ. അത് നമ്മൾ നിർവഹിക്കണം. കാരണം അടുത്തൊരു റമദാനിൽ നമ്മളിൽ ആരൊക്കെ ഉണ്ടാകുമെന്നൊന്നും ഉറപ്പ് പറയാൻ നമുക്ക് നിർവാഹമില്ല. ഏതൊരു കാര്യത്തിലും ഭക്തിയും സൂക്ഷ്മതയും ഉണ്ടാകാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് ഇസ്ലാമികമായിട്ട് തന്നെ, ഇപ്പം നമ്മൾ ളുഹർ നമസ്കരിച്ചു, ആ നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അസറിന് ഞാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നുള്ളത് മനസ്സിൽ വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചാൽ ഈ നിസ്കാരം നല്ല ഭക്തിയോടുകൂടി നിസ്കരിക്കാൻ പറ്റും. അതുപോലെ തന്നെ റമദാനിലും തന്നെ അടുത്ത റമദാനിൽ ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടാവില്ല. അതുകൊണ്ട് ഇതിൻ്റെ അവസാനത്തെ റമദാനാകാം എന്ന നിലക്ക് ചിന്തിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഒരു സമയവും നമുക്കൊരിക്കലും നഷ്ടമാവില്ല. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മനസ്സിനെ പിടിച്ചുലക്കുന്ന എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ നടന്നാൽ ഉയരാറുള്ള ചില ചോദ്യങ്ങളും വിലാപങ്ങളുമുണ്ട് സമൂഹത്തിൽ നിന്ന്. അതിലെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, അങ്ങനെ വല്ല വാർത്തയും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ സമൂഹം ചർച്ച ചെയ്യുമ്പോൾ ചോദിക്കും, നമ്മൾ എന്ത് പറ്റി നമ്മളെ സമൂഹത്തിൽ? നമ്മളെല്ലാവരും പരസ്പരം ചോദിക്കുന്ന ഒരു കാര്യമാണ്. പത്രം വായിച്ചിട്ട് പറയും, അടുത്തിരിക്കുന്നവരോട് ചോദിക്കും, എന്താ നമ്മളെ നാടിന് പറ്റി? വാർത്ത അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുടുംബത്തിൽ ആരാ കൂടെ ഉള്ളതെന്ന് ഞാൻ ചോദിക്കും, നമ്മൾ എന്ത് പറ്റി നമ്മളെ സമൂഹത്തിന്? എന്തെല്ലാമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഇങ്ങനെ ഈ കാര്യങ്ങളൊന്നും ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ലേ? എന്താ എല്ലാവരും ഇങ്ങനെ മിണ്ടാതിരിക്കണത്? നമ്മളെ ഭരണകർത്താക്കൾ എന്തെടുക്കണം? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്. നമ്മളെ മനസ്സിനെ പിടിച്ചുലക്കുന്ന എന്തെങ്കിലും വിഷയം വന്നാൽ നമ്മൾ അറിയാതെ ചോദിച്ചു പോകാറുണ്ട്. അതേപോലെ തന്നെ കൂടുതൽ ചോദിക്കുന്നത്, നമ്മുടെ സമുദായ നേതൃത്വങ്ങൾക്ക് എന്താ പണി? ഇവിടെ കുറേ സംഘടനകളുണ്ടല്ലോ, കുറേ മൗലവിമാരുണ്ടല്ലോ, ഇവരൊന്നും എന്താ ഈ വിഷയങ്ങളിലൊന്നും ഇടപെടാത്തത്? മഹല്ലുകളെന്താ ഇതിലൊന്നും ഒരു നിലപാടെടുക്കാത്തത്? ഇവിടെ കുറേ സംഘടനകളും സംവിധാനങ്ങളും ഉണ്ടായിട്ട് എന്താ കാര്യം? ഇങ്ങനെ കുറേ നമ്മൾ ചോദിച്ചു പോകാറുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ചില ആളുകൾ സ്വന്തമായി കുറേ വിലാപങ്ങളാണ്, ആരോട് ചോദ്യങ്ങളും നല്ല ഉന്നയിക്കുക, കുറേ വിലാപങ്ങളാണ്. അവസാനം എന്ത് പറയും? ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയാം, എന്താ ചെയ്യുക, നമുക്കെന്താ ചെയ്യാൻ പറ്റിയപ്പോൾ ഇതിൽ? നമുക്കിപ്പോൾ ഇതിലൊന്നും ചെയ്യാല്ല. പിന്നെ മാത്രമല്ല, നമ്മൾ പറഞ്ഞാൽ അത് പല ആളുകൾക്കും രസിക്കൂല. അപ്പോൾ പിന്നെ നമ്മൾ പറയാതൊക്കെയല്ലാതെ എന്താ നമ്മളായിട്ട് എന്ത് ചെയ്യണ്ട,
ഇതിനെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, നമ്മളിതും പറഞ്ഞ് മറ്റുള്ളവരുടെ അനിഷ്ടം എന്ത് ചെയ്യണ്ട, വിളിച്ചു വരുത്തണ്ട. പിന്നെ മാത്രമല്ല അവസാനം ഒരു ആത്മകഥം പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുമ്പോൾ അപ്പോൾ അനുഭവിക്കുമ്പോൾ മനസ്സിലായിക്കോളും, അത് പോട്ടെ, എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കുകയല്ലേ, എല്ലാവരും അനുഭവിക്കുമ്പോൾ മനസ്സിലായിക്കോളും. നമ്മൾ മാത്രം വിചാരിച്ചത് കൊണ്ട് എന്തില്ല, പ്രത്യേകിച്ച് ഇതുകൊണ്ടൊരു കാര്യമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നമ്മൾ മിണ്ടാതെക്കും. ഇവിടെ ഈ പറഞ്ഞ വിലാപങ്ങളും ചോദ്യങ്ങളും ഒന്നും ഉയരരുത് എന്നല്ല ഞാൻ പറയുന്നത്, അതൊക്കെ ഉയരട്ടെ. പക്ഷേ നമ്മൾ വിചാരിച്ചത് കൊണ്ടൊരു കാര്യവുമില്ല എന്ന വിലാപത്തെ നമ്മൾ എഡിറ്റ് ചെയ്യണം. ഞാൻ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അവിടെ നമ്മൾ എഡിറ്റ് ചെയ്യണം. അതായത് ആർക്കും അത് എല്ലാവരും എന്താ എടുക്കണമെന്ന് ചോദിക്കുക, അവസാനം പിന്നെ പറഞ്ഞെത്തുന്നത് എടുക്കുക, നമുക്കും ഇതിലൊന്നും ഇതില്ല, ഒരു കാര്യത്തിലൊന്നും ചെയ്യാനില്ല, പിന്നെ ഭാരത് ചെയ്യാം, പിന്നെ എങ്ങനെ മാറുക. അപ്പം അങ്ങനെയല്ല, നമുക്ക് പലതും ചെയ്യാനുണ്ട്. കൂരിരുട്ടിൽ മിന്നുന്ന ഒരു മിന്നാമിനുങ്ങിന് പോലും വലിയ ശോഭയുണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ആ മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തിൻ്റെ ശക്തിയല്ല, ഇരുട്ടിൻ്റെ കാഠിന്യമാണ്. നമ്മൾ സാധാരണ ഈ പുളിക്കലങ്ങാടിയിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പിന്നെ രണ്ട് സൈഡിലും പിന്നെ വെളിച്ചമുണ്ടെങ്കിൽ, വിളക്ക് കാലുകളുണ്ടെങ്കിൽ നമ്മളെ വണ്ടിന് ലൈറ്റ് കാണില്ല. എന്നാൽ ഇവിടുന്നൊക്കെ അങ്ങാടിയിൽ നിന്ന് പോയിട്ട് നല്ല ഇരുട്ടുള്ള സ്ഥലത്തേക്ക് എത്തുമ്പോഴാണ് നമ്മളെ ബൾബിൻ്റെ മെച്ചം നമുക്ക് മനസ്സിലായത്. മറ്റേ നമ്മൾ ചിലപ്പോൾ നമ്മൾ ആൾക്കാരൊക്കെ ഒന്ന് ലൈറ്റ് ഒന്ന് ഇട്ട് ഓഫാക്കി നട്ടിട്ടില്ലേ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. എന്താ കാര്യം, ലൈറ്റിൻ്റെ ശക്തി ഇല്ലാത്തതുകൊണ്ടല്ല, ഇവിടെ ആൾറെഡി ലൈറ്റ് ഉണ്ട്. എന്നാൽ ഓൾറെഡി ഇരുട്ടാണെങ്കിലോ ചെറിയ പ്രകാശങ്ങൾക്ക് പോലും വലിയ ശോഭയായിരിക്കുന്നുണ്ടാകും. അതാണ് ഞാൻ മിന്നാമിനിങ്ങനെ ശോഭയുണ്ടാകുമെന്ന് പറയാൻ കാരണം. വിലാപങ്ങൾക്കപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓരോരുത്തരും ഏത് വിഷയത്തിലും ആലോചിക്കേണ്ടത്. ഒരു മോഷണ ശല്യമുള്ള ഗ്രാമത്തിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ട ഒരു കഥ പറയാറുണ്ട് സാധാരണ. അതായത് ആ ഗ്രാമപ്രദേശത്ത് മൊത്തം ആൾക്കാർക്ക് കംപ്ലൈൻറ്റാണ്. ഇന്ന് ഇവിടെ കള്ളം കയറി, കഴിഞ്ഞ ദിവസം അവിടെ കയറി, പിന്നെ ഗൾഫ് പോകാൻ കഴിയണില്ല, ഈ ഏരിയ കംപ്ലീറ്റ് കള്ളം, ഒരു പരാതി കൊടുത്തിട്ടൊരു കാര്യമല്ല, പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു വിവരമല്ല, ഇതാരാന്ന് മനസ്സിലാണില്ല എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്നു. അങ്ങനെ ഒരു പരാതി വന്നപ്പോൾ ആളുകൾ കണ്ടെത്തിയ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ എവിടെയും ഇലക്ട്രിക് പിന്നെ തെരുവ് വിളക്കുകളില്ല എന്നുള്ളതാണ്, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, അതുകൊണ്ട് കള്ളന്മാർക്ക് നല്ല സൗകര്യമാണ്. അപ്പോൾ ഇവരൊക്കെ പാടെ പഞ്ചായത്തിലും അതുപോലെ KSEBയിലും അവിടെ ഇവിടെയൊക്കെ സമ്മർദ്ദം ചെലുത്തി ഈ വെളിച്ചം ഇടാനുള്ള പരിപാടി എടുത്തു. പക്ഷെ അതിനെ പരാതി കൊടുത്തിട്ടും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും ഒരു പരിഹാരമല്ല. അപ്പോൾ അതിലൊരു വീട്ടുകാരൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അയാളുടെ പ്ലഗിൽ നിന്ന് ഒരു വയറ് നീളത്തിൽ കൊണ്ടുപോയിട്ട് റോട്ടുമ്മേ ഒരു വടി കുത്തിവെച്ചുകൊണ്ട് അതിമ തൂക്കിട്ടു. അപ്പോൾ അവിടെ വിളിച്ചായി. അപ്പോൾ തൊട്ടടുത്ത വീട്ടുകാരൻ എന്ത് ചെയ്തു, അയാളും അതേപോലെ ലൈറ്റ് അപ്പുറത്ത് കൊണ്ടു. അപ്പോൾ ഇപ്പുറത്തെ ഒരാൾ അയാളും കൊണ്ടുവന്നിട്ടു. ചുരുക്കി പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ഗ്രാമം മുഴുവൻ പ്രകാശപൂരിതമായി എന്നതാണ്. ഇതിനർത്ഥം നമ്മൾ ഇതിൻ്റെ ഭരണ സംവിധാനങ്ങളിൽ പോയി സമ്മർദ്ദം ചെലുത്തേണ്ടതല്ല. പക്ഷെ അവിടെ പോയിട്ട് ഇതിനൊരാളുമില്ല, പരിഹാരമില്ല എന്ന് പറയല്ല, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നിടത്ത് നിന്ന് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ്. അപ്പം നമ്മൾ വിചാരിച്ചാൽ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ പെട്ടൊരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുത്തിരിക്കുന്ന ഈ വിവാഹ ആഘോഷങ്ങളിൽ ഇന്ന് കണ്ടുവരുന്ന അരുതായ്മകൾ. ഈ വിഷയത്തിനെ ഞാൻ ഈ പറഞ്ഞ ഒരു ആസ്പെക്റ്റിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും കേൾക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ആദ്യം തന്നെ ആ ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടല്ലോ, നമുക്കൊന്നും ഇതിൽ ചെയ്യാല്ല എന്നുള്ള, നമുക്കേ ചെയ്യാനുള്ളൂ. ഞാൻ സംസാരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ ഞങ്ങളുടെ നാട് പോലെ, എടത്തനാട്ടുകര പോലെ അതിനേക്കാൾ പാരമ്പര്യവും പൈതൃകവും പണ്ഡിത ഗരിമയുമുള്ള പുളിക്കൽ പഴയ പള്ളിയിൽ നിന്നുകൊണ്ടാണ്. അതിൻ്റെ ബാക്കി തലമുറ ഇപ്പോഴും ഇവിടെയുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ കടന്നു വരുമ്പോൾ അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും കരിമ്പടക്കെട്ടിനുള്ളിൽ കൂർക്കം വരിച്ച് കിടന്നുറങ്ങിയിരുന്ന ഒരു സമൂഹത്തെ വിളിച്ചുണർത്തുന്നതിന് വേണ്ടി അത്യുദ്ധാനം ചെയ്ത നാടിൻ്റെ പേരാണ് പുളിക്കൽ എന്ന് പറയുന്നത്. അതുപോലെ ആ പ്രദേശത്ത് നിന്ന് ഒരു രണ്ടാം നവോത്ഥാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയത്തിൽ. അതിന് നേതൃത്വം കൊടുക്കാൻ ഈ നാട്ടിലെ പ്രവർത്തകന്മാർക്കൊക്കെ കഴിഞ്ഞാൽ അത് പഴയ കാലം പോലെ കേരളത്തിന് വലിയൊരു വെളിച്ചമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഈ കൈവിട്ടു പോകുന്ന വിവാഹാഘോഷങ്ങളുടെ കാര്യമെന്ന് പറയുന്നത്
വളരെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി സമുദായം ചർച്ചയ്ക്ക് വെക്കേണ്ട കാര്യമാണ്. വാതിൽ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചിങ്ങനെ ചാരി ഒരു പകുതി വരെ തുറന്നു വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിങ്ങനെ കാറ്റിനിങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കണം. അത് പറ്റ പോയി അടഞ്ഞ് ഷട്ട് ഡൗൺ ചെയ്ത് അത് കുറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. ഇപ്പം നമുക്ക് വിചാരിച്ചാൽ പുറത്തിറങ്ങാൻ കഴിയും. അത്രമേൽ ഈ വിവാഹ രംഗത്തുള്ള മാമാങ്കങ്ങൾ, ആ ചെയ്തികൾ, കാട്ടിക്കൂട്ടലുകൾ ഇന്ന് സമൂഹത്തെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതിനെതിരിൽ മിണ്ടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര നേരത്തെ സംസാരിക്കുന്നുവോ അത്ര നേരത്തെ നമുക്കിതിന് പരിഹാരമുണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് എത്ര ലളിതമാണ് നമ്മളൊന്ന് ആലോചിച്ചു. അതായത് സമ്പത്തും സമയവും ഒട്ടും അപഹരിക്കാത്ത വളരെ ലളിതമായ ഒരു ചടങ്ങാണ് ഇസ്ലാമിൽ വിവാഹം എന്ന് പറയുന്നത്. അതിലാർക്കും തർക്കമില്ലല്ലോ. എന്നാൽ ഇന്ന് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? വിവാഹം തീരുമാനിച്ചത് മുതൽ ചടങ്ങുകളുടെ ഒരു ഘോഷയാത്രയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൽ ഏട്ടിലുള്ളതും നാട്ടിലുള്ളതും രണ്ടും രണ്ടാണ്. പക്ഷെ അത് നമുക്ക് രണ്ടും രണ്ടാണെന്ന് വിളിച്ചു പറയാനുള്ള ധൈര്യം ചോർന്നു പോയിരിക്കുന്നു എന്നതാണ് ഈ പ്രശ്നത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പിന്നെ നമ്മളെ വേദനിപ്പിക്കുന്ന വിഷയമെന്ന് പറയുന്നത്. വിവാഹം കഴിയുമ്പോഴേക്കും ലക്ഷങ്ങളുടെ കടക്കണിയിലാണ് ഇന്ന് മുസ്ലിം സമുദായം അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കടം വാങ്ങി ആധാരം ബാങ്കിൽ കൊണ്ടുപോയി വെച്ചിട്ടാണ് ഈ മാത്താങ്കൂത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നവർക്കും അവിടെ പടക്കം പൊട്ടിക്കാൻ വന്നവർക്കും അവിടെ കൂത്താടാൻ വന്നവർക്കും നന്നായിട്ടറിയാം. അവർ പല്ല് കുത്തിങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഐസ്ക്രീമൊക്കെ തിന്നുകാണ്ട് കുറച്ച് അപ്പുറത്ത് അവിടെ നിന്നുകാണ്ട് ഈ കല്യാണത്തിന് വിളിച്ചോനെ പൊരിക്കുക. എന്തു പറയും? ഈ ചങ്ങായിക്ക് ഇതിനൊന്നും കാശില്ലാന്ന് നമുക്കറിയാം. ഇവൻ എങ്ങനെ ഈ കാശ് ഉണ്ടാക്കിയെന്ന് നമുക്കറിയാം. ഇവൻ അവിടുന്ന് കടം വാങ്ങിയാണ്, ഇവിടുന്ന് കടം വാങ്ങിയാണ്. നമ്മളെ തോലിരിച്ചിട്ട് അവിടുന്ന് പോണത്. എന്നാലും വേണ്ടില്ല, എന്തോ ഒരു വ്യാജ അഭിമാനത്തിന് വേണ്ടി എന്തൊക്കെയാണെന്ന് നമ്മുടെ സമുദായം കാട്ടിക്കൂട്ടുന്നത്. എന്താ ചടങ്ങുകളുടെ ഒരു ഘോഷയാത്രയാണ്. മിഠായി നൽകൽ അല്ലേ? മിഠായി എന്ന് വെച്ചാലും പോരാ, മിഠായിൻ്റെ ഒരു ലോഡാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഒരു ലോഡ് സാധനമാണ് പോകുന്നത്. എന്നിട്ട് ഇങ്ങനെ വരിക്കിന് അതൊക്കെ റീൽസ് ആക്കുക. അതിനൊക്കെ പ്രത്യേക ക്യാമറാമാൻമാർ ആദ്യം തന്നെ കൊണ്ടുപോവുക. എന്നിട്ട് വിവാഹം ആയിട്ടൊന്നുമില്ല, കണ്ട് പറ്റി എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യണ പരിപാടിയാണ്. ആദ്യം ഒരു ടൈം തുടങ്ങിയത്. അതിൽ ഒരുപാട് സന്ദേശം നമുക്കുണ്ട്. ഓരോ അരുതായ്മകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഫോട്ടോ ഇതിൻ്റെ മുമ്പിൽ തൂക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം? അത് അവസാനം ആ ആദരവ് അത് ആരാധനയിലേക്ക് മനുഷ്യന്മാരെ എത്തിക്കുമെന്നതുകൊണ്ട് തന്നെയാണ്. അതേപോലെ ഒരു മിഠായിയിൽ നിന്ന് തുടങ്ങി അത് മിഠായിയുടെ ചെറിയ പെട്ടിയായി, അത് വലിയ ബൊക്കയായി, അത് ഇന്ന് വലിയ ഒരു വാഹനത്തിൽ തന്നെ അത് JCBയിലൊക്കെ മൊത്തം കൊണ്ടുവരുന്ന സ്വഭാവത്തേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ മോതിരടൽ ചടങ്ങെന്ന് കണ്ട് വേറൊരു പരിപാടി. അതുപോലെ അത് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായി കഴിഞ്ഞാൽ പിന്നെ മൊബൈലുകൾ കൈമാറലായി. ഈ മൊബൈൽ കൈമാറുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? അന്ന് മുതൽ അവരെല്ലാ അർത്ഥത്തിലും ബന്ധം സ്ഥാപിച്ചു തുടങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് അവിടെ നിക്കാഹിനെ അപ്രസക്തമാക്കുകയാണ്. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം മാത്രം നടക്കേണ്ട കാര്യങ്ങൾക്ക് ആദ്യം തന്നെ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. അതാണ് ആ മൊബൈൽ കൈമാറ്റത്തിലൂടെ നടക്കുന്നത്. സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞ വീഡിയോ ഷൂട്ടിങ്. പിന്നെ കല്യാണത്തിൻ്റെ തൊട്ട് മുമ്പ് കല്യാണം തീരുമാനിച്ചിട്ടേ ഉള്ളൂ. അതെന്നാ 2 മാസം കഴിഞ്ഞിട്ട്. ആ 2 മാസം പിന്നെ രണ്ടാളത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ കൈമാറിയ ശേഷം പിന്നെ ഫോട്ടോഗ്രാഫർമാരെ പ്രത്യേകം വിളിച്ച്, വീഡിയോ ആൾക്കാരെ പ്രത്യേകം വിളിച്ച് ഇവരെ 2 പേരെയും ഏതെങ്കിലും തോട്ടത്തേക്കോ അല്ലെങ്കിൽ പാർക്കിലേക്കോ അല്ലെങ്കിൽ നദീതീരത്തിലേക്കോ കൊണ്ടുപോയി പിന്നെ ഇയാൾ പറയുന്നത് പോലെ ഇവരെ അഭിനയിച്ചുകൊണ്ടിരിക്കണം. ആ അഭിനയം എന്ന് പറഞ്ഞാൽ ദേഹത്ത് തൊടുക മാത്രമല്ല, കെട്ടിപ്പിടിക്കുന്നു, കിസ് ചെയ്യുന്നു. അത് ചെയ്യുന്നുവെന്ന് മാത്രമല്ല, അത് ചെയ്ത് അതിൻ്റെ ഏറ്റവും കണ്ണായ ഭാഗം കട്ട് ചെയ്തെടുത്ത് സേവ് ദ ഡേറ്റ് എന്നും പറഞ്ഞ് അത് സ്റ്റാറ്റസ് ആക്കുന്നു. ആ സ്റ്റാറ്റസ് വാപ്പയും ഉമ്മയും വരെ അത് ഷെയർ ചെയ്യുന്നു. എന്താണ് ഈ തോന്നിയാസല്ലേ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടെ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിക്കാഹ് കഴിയാതെ ഈ കുട്ടിയെ സ്പർശിക്കാൻ, അവളെ കെട്ടിപ്പിടിക്കാൻ, അവളെ ഉമ്മ വെക്കാൻ നിങ്ങൾക്ക് എന്തുണ്ട് എന്ന് ചോദിക്കുവാനുള്ള ചങ്കൂറ്റം ഇന്ന് നമ്മുടെ സമുദായത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ വലിയ വില നമ്മൾ നൽകേണ്ടി വരുമെന്ന്. പടച്ചോന്റെ ശിക്ഷ ഏത് രൂപത്തിൽ വരുമെന്നത് കാര്യഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ പ്രൊമോ വീഡിയോയുടെ ഒരു ഷൂട്ടിങ്ങാണ്. പിന്നെ സിനിമയെ വെല്ലുന്ന രീതിയിലാണ്. പിന്നെ ഇതൊക്കെ കല്യാണത്തിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങളാണ്. ഈ വ്യഭിചാരത്തിനാണോ നമ്മളെ ക്ഷണിക്കുന്നത്? നമുക്ക് അയച്ചു തരണമെന്നിട്ട് എല്ലാ കുടുംബങ്ങൾക്കും, അമ്മായിക്കും, മൂത്താപ്പാക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കണമെന്ന് ഈ സാധനം അയച്ചു കൊടുക്കുക.
നിങ്ങൾ കല്യാണത്തിന് വരണം. ഇത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എവിടെയും കണ്ടാൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് എന്തിനാ കല്യാണത്തിന് വരുന്നതെന്ന് ചോദിക്കുക. കല്യാണം കഴിഞ്ഞിട്ട് കാണേണ്ട കാര്യങ്ങളാണ് അതിനു മുമ്പ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മഞ്ഞ കല്യാണം, ഇതിൻ്റെ കൂടെ നടക്കുന്ന സംഗതികളാണ്. ഹൽദി, മെഹന്തി, ബ്രൈഡ് ടു ബി, ഡെസ്റ്റിനേഷൻ വെഡിങ്, അതേപോലെ തന്നെ JCBയിൽ വാഴ വെച്ച ഓട്ടോറിക്ഷയിലും ശവപ്പെട്ടിയിലും വരെ വധൂവരന്മാരെ കൊണ്ടുവരുന്ന യാത്ര, തലേന്ന് സംഘം ചേർന്ന് മദ്യപിച്ചുള്ള DJ പാർട്ടികൾ, വളരെ ദൂരെ നിന്ന് വധൂവരന്മാരെ റോഡിലൂടെ നടത്തിക്കൊണ്ട് പടക്കം പൊട്ടിച്ചുകൊണ്ട് ബാൻഡ് മേളം കൊട്ടിക്കൊണ്ട് വീടുകളിലേക്ക് ആനയിക്കുന്ന സ്വഭാവങ്ങൾ, ആ സമയത്ത് പ്രത്യേകമായ കളറുകൾ വാരിയെറിഞ്ഞുകൊണ്ട് ആ അന്തരീക്ഷത്തിൽ മായാജാലങ്ങൾ സൃഷ്ടിക്കുക. വിവാഹ സദസ്സുകളിൽ അവസാനം പല്ലക്ക് വരുന്ന സ്വഭാവങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ വിവാഹത്തിന് ഒരു വേദിയിൽ പോയി കഴിഞ്ഞാൽ ശരിക്കും ഇത് വിവാഹത്തിനാണോ വന്നത്, ഗാനമേളക്കാണോ വന്നത്, DJ പാർട്ടിക്കാണോ വന്നത് എന്ന് ആശയക്കുഴപ്പം തോന്നുന്ന കോലത്തിനാണ് ഉണ്ടാകുക. ഇങ്ങനെ നല്ലൊരു എല്ലാവരും അവിടെ പിന്നെ മൗലവിമാരും ഒക്കെ അവിടെ വന്ന് ഖുതുബയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അതൊരു സെക്ഷൻ. അപ്പം എന്താ, അതെല്ലാവർക്കും കൂടെ അത് അങ്ങനെ ദീനിയായി കുറച്ച് ചിന്തിക്കുന്ന ആൾക്കാർക്കൊക്കെ ആ സമയത്താണ് എന്ത്, അവരെ പ്രത്യേക ആ സമയത്തൊക്കെ ക്ഷണിക്കുക. അവർക്ക് അത് അന്ന് ആ സമയത്ത് ഒരു അനക്കം ഉണ്ടാവില്ല, എവിടെ ഉണ്ടാവില്ല, ഒക്കെ ഭയങ്കര നീറ്റായി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അന്ന് അങ്ങനെ പ്രസംഗമൊക്കെ ആ പ്രസംഗത്തിൽ വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ടാവും. എന്താണ് ഇസ്ലാമിലെ നിയമം, എന്താണ് ഇസ്ലാമിലെ വിവാഹം, ഈ ഇസ്ലാമിലെ വിവാഹത്തിൻ്റെ ദൂർത്തിനെ പറ്റിയും ഈ അരുതായ്മകളെ കുറിച്ചൊക്കെ അവിടെ പ്രസംഗിച്ചിട്ടുണ്ടാവും. അതൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി ഇവരൊക്കെ ഭക്ഷണം കഴിച്ച് അവിടുന്ന് മെല്ലെ പോയി എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ സ്വഭാവം മൊത്തം ഇങ്ങോട്ട് മാറും. ഞാനിതൊരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് പറയുകയല്ല, ഒരു ഉട്ടോപ്പിയ പറയുകയല്ല, അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അതായത് നിക്കാഹുകൾക്ക് ചെല്ലണ സമയത്ത് നമ്മൾ പറയുമെന്ത്, ഖുതുബ നടത്തുന്നതിന് മുമ്പ് പറയുമെന്ത്, ഇത് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കല്യാണം നമ്മൾ വരില്ല, നമ്മളതിന് വരില്ല, നിക്കാഹത്തിന് കഴിയൂല, അതൊന്നും ഉണ്ടാവില്ല, അത് ഉണ്ടാവൂല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ പോണത്. എന്നിട്ടോ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, അത് നിക്കാഹ് ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങി വണ്ടി എടുത്തപ്പോൾ എൻ്റെ അടുത്ത് 2-3 കുട്ടികൾ വന്നു. അപ്പോൾ ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ്, സ്കൂളിൽ പഠിപ്പിച്ച കുട്ടികളാണ്. അപ്പോൾ അവർ പറഞ്ഞു, സാർ ഞങ്ങളെ വീട് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്, നിങ്ങൾ ഏതായാലും ഇവിടെ വന്നതല്ലേ, ഇവിടെ നിന്ന് കയറി പോകണമെന്ന്. അപ്പോൾ അതെനിക്കും സന്തോഷമായി, കുട്ടികളല്ലേ. അപ്പോൾ ഞാൻ അവരെ കൂടെ എന്ത് ചെയ്തു, അപ്പോൾ അവർ വണ്ടി കയറി ഇങ്ങനെ വന്ന് അവരെ വീടിൻ്റെ ഉമ്മരത്ത് വന്ന് വീട്ടിൽ കയറി. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവരെ വീട്ടിൽ കുറച്ച് വളഞ്ഞു പോകണം, പക്ഷെ വളഞ്ഞു പോയാലും അവസാനം എത്ര തന്നെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ബാക്കിൽ അവിടെയാണ് വീട്. അവിടെ ഇവർ ഒരു വെള്ളമൊക്കെ തന്നെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ആ ഓഡിറ്റോറിയം പുഴങ്ങണ കോലത്തിലാണ് അവിടെ പിന്നെ പരിപാടി. അപ്പം എന്താ സംഭവം, നമ്മൾ അവിടുന്ന് പോയിന്ന് കഴിഞ്ഞാൽ പിന്നെ അന്ന് തുടങ്ങിയത് എന്തിനാണ് രണ്ടും പാടെ, അത് മാത്രം പോരെ, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. എത്ര രക്ഷിതാക്കൾ മുഖം പൊത്തി കണ്ട് അപ്പുറത്ത് പോയി കരയണ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ. എന്നിട്ട് ചോദിക്കുമ്പോൾ അന്വേഷിക്കുമ്പോൾ പറയണ്ട ഞാനറിയില്ല, അത് കുട്ടികൾ ഏർപ്പാട് ചെയ്തത്, അത് ഒരു ടീം കോളേജിൽ നിന്ന് വന്നിട്ടുണ്ട്, ഓല ഏർപ്പാടാക്കി, ഓലാണ് ആ ഇവന്റ് ടീമിനെ ഏൽപ്പിച്ചത്. പിന്നെ ഓല് പറയുന്ന മാതിരി നടന്നു, പിന്നെന്താ കാട്ടുക. വേറെ സ്ഥലത്ത് ചെന്നപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന് കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങിയപ്പോൾ മറ്റേ കോണിമ്മ കൂടി ഒരു പെൺകുട്ടി, ഒരു മോഡേൺ ഗേൾ അവിടെ കയറി വന്നിട്ട് മൈക്കും പിടിച്ചിട്ട് ഹേ ഗേയ്സ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് എല്ലാവരും വരുന്ന അടിച്ചു പൊളിക്കുകയല്ലേ ചോദിച്ചു. ആരോടെ ഈ അടിച്ചു പൊളിക്കുക എന്ന് പറയുന്നത്? ഈ സാധുക്കളായി വിളിച്ചു വരുത്തിയ മനുഷ്യന്മാരവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ വല്യമ്മണ്ട്, വല്യപ്പുണ്ട്, സ്ട്രോക്കുള്ള മനുഷ്യന്മാരുണ്ട്, ഷുഗറുള്ള ആൾക്കാരുണ്ട്, എന്തൊക്കെ ബുദ്ധിമുട്ടുള്ള മനുഷ്യന്മാരുണ്ട് അവിടെ. ഇവരുടെ ക്ഷണം കേട്ടിട്ട് എൻ്റെ മകനല്ലേ, മകളല്ലേ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ബന്ധത്തിൽപ്പെട്ട ആളല്ലേ, ആ കല്യാണത്തിന് പോകണ്ടേ, കുടുംബ ബന്ധം പുലർത്തേണ്ടെന്ന് വിചാരിച്ച് വരുന്നതാണ്. ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആറാട്ടും പരിപാടിക്കും പോകാത്ത കാണാത്ത മനുഷ്യന്മാരാണ്. അവരെ ഇത് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അതിൻ്റെ മുമ്പിൽ ഇങ്ങനത്തെ ആളുകളെ കൊണ്ടുവന്ന് ഈ രീതിയിൽ എന്നിട്ട് പിന്നെ ലൈറ്റ് ആൻഡ് ഓഫ് ആകുക, ഒരു പോകാണ്ട് വരിക, ഇവിടെ ഓരോരുത്തരുടെ ടീമായിട്ട് കയറുക, എന്നിട്ടുണ്ട് ആറാട്. ഞാൻ പറയുന്നത് ആറാടിക്കോട്ടെ, എന്തിനാണ് ഇത് പറ്റാത്ത ആൾക്കാരേക്ക് വിളിച്ചു വരുത്ത അപമാനിക്കുന്നത്? എന്തിനാണ് ഇത് അവസാനിപ്പിക്കണ്ടേ നമ്മൾ? ഇത് പറഞ്ഞാൽ ഞാനിവിടെ പറയുമ്പോൾ എനിക്ക് പരിക്കുണ്ടാകും, ഇത് നിങ്ങൾ സംഘടിക്കുമ്പോൾ നിങ്ങൾക്ക് പരിക്കുണ്ടാകും. അങ്ങനത്തെ കുറച്ച് പരിക്ക് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ എഴുതി വെച്ചോളൂ, അടുത്ത സമീപ ഭാവിയിൽ ഈ കല്യാണങ്ങൾക്ക് തന്നെ പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. ഞാനതിന് ശേഷം ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ കല്യാണത്തിന് പോകുമ്പോൾ വിളിച്ചു നോക്കുന്നു അവിടെ എന്താ അവിടുത്തെ അവസ്ഥ. ഈ ജാതി മാത്രം കുത്താൻ പോലില്ല. ഇതൊരു ചെറിയ വിഷയമല്ലാന്ന് ഞാൻ പറയുന്നത്. പിന്നെ ഇത് കഴിഞ്ഞ് പോയാൽ ഒരു പുക ഇങ്ങനെ വരിക, പുക വന്നതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പല്ലക്ക് വരിക,
പിന്നെ എല്ലാവരും അവിടെ കളിച്ചും കണ്ടതിന് മുകളിൽ കയറുക. ഇവിടെ ഇസ്ലാമികമായി എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ചവിട്ടിയരച്ചുകൊണ്ടിരിക്കുന്നത്. വൃദ്ധരും കുട്ടികളും രോഗികളും വരെ ഞെട്ടിത്തരിച്ചു പോകുന്ന ആഘാതശേഷിയുള്ള ശബ്ദഘോഷങ്ങൾ കൊണ്ട് ഇന്ന് കല്യാണ വീടുകൾ മുഖരിതരാണ്. ഈ കല്യാണത്തിന് കൂടുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഏറ്റവും കിട്ടുന്നൊരു വലിയൊരു ഉപകാരമാണ് എന്താ പറയുക, പണ്ട് കണ്ട മനുഷ്യന്മാരെ കാണാമെന്നുള്ളത്, കുറേ കുടുംബക്കാരെ കാണാമെന്നുള്ളത്, പ്രായമുള്ള മനുഷ്യന്മാരെ കാണാൻ സംസാരിക്കാമെന്നുള്ളത്. നടക്കൂല ഇങ്ങനത്തെ കല്യാണത്തിന് പോയാലും. കാരണം എന്താ, അല്ലെങ്കിൽ തന്നെ പ്രായമായ കുറേ ആൾക്കാർക്ക് ചെവി പതുക്കിയിട്ടുണ്ടാവും. അല്ല എന്തൊക്കെയോ മൂത്തമ്മ വർത്താനം, എന്താ അപ്പോൾ വർത്താനം എന്ന് ചോദിക്കുമ്പോൾ കുട്ടി എനിക്ക് കേൾക്കണില്ല, ഈ ഒച്ച കൊണ്ട് കേൾക്കണില്ല. എന്നിട്ട് എന്താ ചെയ്യുക, എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി വല്ല വാഴത്തോട്ടത്തിലോ ഈ ഒച്ച കേൾക്കാത്തോടത്തേക്ക് പോകണം. എന്നിട്ട് എവിടെയെങ്കിലും വല്ല പൊരി വെയിലത്തും പോയി നിന്ന് എന്തിനാ അങ്ങനത്തെ ഇറങ്ങുണ്ടാക്കുന്നത്? ഇതെന്താ നമുക്ക് മനസ്സിലാകാത്തത്? ഇപ്പം നിങ്ങൾ പിന്നെ കണ്ണൂരിൽ കണ്ടില്ല, പടക്കം പൊട്ടിച്ചിട്ട് അയൽപ്പക്കത്ത് ഒരു മാസം തികയാത്ത കുട്ടി ICUവിൽ അഡ്മിറ്റ് ചെയ്ത ഒരു വാർത്ത വന്നു. അതായത് ഒരു വീട്ടിൽ രാത്രി കല്യാണത്തലേന്ന് ചെറുക്കന്മാർ പിന്നെ പടക്കം പൊടിച്ചു. ആ ശബ്ദത്തിൻ്റെ പിന്നെ പ്രകമ്പനം കൊണ്ട് അടുത്ത ദിവസം പ്രസവിച്ചൊരു കുട്ടി നീല കളറായി മാറിയത്. നീല കളറായി ആ ശബ്ദം കേട്ടിട്ടുണ്ട്. ആ കുട്ടീനെ എന്ത് ചെയ്തു, ICU കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. വാർത്ത വന്നതാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ വഷളത്തരം നമ്മുടെ മഹല്ലിൽ ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കാൻ കഴിയണമെങ്കിൽ മഹല്ലിലെ ഓരോ കുടുംബങ്ങളും അതിൽ തീരുമാനമെടുക്കണമെന്ന് ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ല, ഇത് എന്താ നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാണ്ട് ഓരോ തറവാട്ടുകാർ തീരുമാനമെടുക്കണം. അപ്പോൾ ഈ പുളിക്കരങ്ങാടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറി വന്ന ഒരു 10-25 തറവാട്ടുകാരെ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ അതിൻ്റെ ഉൾപ്പിരിവുകളാണ്. യോഗം കൂടുന്ന പേരിൽ ആരുടെ ഇപ്പം മൂത്ത കാരണവർ ആരാച്ചാൽ വിളിക്കണം, ഇപ്പം വിളിക്കണം. വിളിച്ചിട്ട് എന്ത് ചെയ്യണം, ഏതാണ്ട് റമദാൻ മാസമൊക്കെ അല്ലേ, ഒരു നോമ്പോറ് സംഘടിപ്പിച്ചിട്ട് എല്ലാവരും വരാൻ പറയാം. നമ്മളെ നാട്ടിൽ നമ്മളെ കുടുംബത്തിൽ ഈ ജാതി കല്യാണം ഉണ്ടാകാൻ പാടില്ല എന്ന് കുടുംബത്തിൻ്റെ കാരണന്മാർ പറയട്ടെ, അതിനാ കാരണന്മാരെന്ന് പറയാം. പക്ഷെ സങ്കടകരം എന്താ, ഇപ്പോഴത്തെ കാരണന്മാരും എന്ന് പറയുന്ന ആൾക്കാർ ഇതിന് നിന്ന് കൊടുക്കുക. ഇപ്പം നാളെ ഏതോ 70 വയസ്സ് കഴിഞ്ഞ ആൾക്കാരൊക്കെ പാടെ കൂടിയ ഈ റിട്ടയർമെൻറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നു. അപ്പോൾ അതിൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ 70, 72, 74 വയസ്സായിട്ടുള്ള ആമിനത്താത്തി വേറെ ഏതൊരു പിന്നെ ആളും മാഷും ഒക്കെ പാടെ കൂടിയിട്ട് അവർ സ്റ്റേജിൽ വന്ന് കണ്ട് ഭയങ്കര ഡാൻസും പരിപാടിയും കാര്യങ്ങളും. വേറെ ഒന്ന് കണ്ടത് എന്താണെന്ന് വെച്ചാൽ പിന്നെ 60, 65 വയസ്സായ 70 വയസ്സ് ആയ പിന്നെ വാപ്പിമ്മി രണ്ടാമത് എന്ത് ചെയ്യുക, പുതുമാണനും പുതുവാട്ടി ആയിങ്ങാണ്ട് മണിയറയ്ക്ക് ആനയിച്ച് കൊണ്ടിരിക്കും. വേറെ കുട്ടികളൊക്കെ പാടും, പടക്കമൊക്കെ പൊട്ടിച്ച് കയ്യൊക്കെ കൂട്ടിങ്ങാണ്ട് ഇവിടെ റീൽസാക്കി കണ്ട് വിടുക. ഈ ചെങ്ങലക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യും? വേലി തന്നെ വിളവ് തിന്നാൽ എന്ത് ചെയ്യും? നേരെ നടക്കേണ്ടവർ തന്നെ ആളുകളെ ഗർത്തത്തിലേക്ക് തള്ളിവിട്ടാൽ എന്ത് ചെയ്യും? ഇതൊരു ചെറിയ വിഷയമല്ല. ഇതത്രയ്ക്ക് നമ്മളെ സമൂഹത്തെ കാർന്ന് നിന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. കുടുംബങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണമെന്നറിയാം. കുടുംബം കൂടി തീരുമാനിക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? കുടുംബനാഥന്മാർക്ക് നിലപാടെടുക്കാനുള്ള കരുത്ത് വേണം. കുടുംബനാഥന്മാർക്ക് നിലപാടെടുക്കാൻ കഴിയണമെങ്കിൽ ഓരോ കുടുംബാംഗങ്ങളും അതിനോട് ഒട്ടി നിൽക്കാൻ സഹായിക്കേണ്ടതുണ്ട്. ചില വാപ്പാര് പറയുന്നത് എനിക്കിതൊന്നും താല്പര്യമില്ല, പക്ഷെ കുട്ടികളല്ലേ, പുതിയ കാലല്ലേ, നമ്മളെന്താ ചെയ്യുക? കുട്ടികൾക്ക് നമ്മൾ അവർക്കൊരു സന്തോഷമുള്ള സമയത്ത് ഇപ്പം നമ്മളതിനെതിരെ നിങ്ങാണ്ട് എന്ത് ചെയ്യേണ്ട, സ്വീപാകണ്ട. ഈ ഒരു തീരുമാനത്തിലാണ് അവസാനം എത്തൽ. അതിനെ വളരെ ആദരവോട് കൂടി കാണാൻ ഞാൻ പറയുന്നു. ഈ പിന്നെ ഇസ്ലാം വെച്ചിരിക്കുന്ന ഈ പിന്നെ ഒരു പവിത്രത ഉണ്ടല്ലോ, വിവാഹത്തിൻ്റെ പവിത്രത, അത് നമുക്ക് പാലിക്കണമെന്ന് തോന്നണില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താ അറിയോ, നമ്മളെ മനസ്സിൽ നിന്ന് നമ്മളറിയാതെ ഇസ്ലാമിനോടുള്ള ആ ഒരു മഹബത്ത് ഉണ്ടല്ലോ, ആ സ്നേഹം, അത് ചോർന്ന് പോയിട്ടുണ്ട്. നമ്മൾ ഈമാനിന് കാര്യമായ തകരാറ് പറ്റിയിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം അടുത്ത കാലത്തൊക്കെ ഹൗസ് വാമിങ് കഴിഞ്ഞ ആൾക്കാരുണ്ടാവുമല്ലോ. ഇവിടെ ഹൗസ് വാമിങ് കഴിയുമ്പോൾ സുഖം എന്താ, ഇപ്പൊക്കെ പഴയവാലും നല്ലല്ലോ, ഒക്കെ ഇങ്ങനെ നീറ്റാക്കിയ ശേഷമാണല്ലോ ഹൗസ് വാമിങ് നടത്തുക അല്ലേ. അതെല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കലാണ് വലിയ കാര്യം. അപ്പം അന്ന് ഗംഭീരമായിരിക്കും വീട്. അങ്ങനെ പിന്നെ 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് അത് 8 ആയി 10 ആയി. നമ്മളെ ധാരണ എന്താ അറിയുക, പിന്നെ അന്ന് ആ വീട് കൂടിയിരുന്ന മാതിരി തന്നെയാണ് ഇപ്പോഴും നമ്മളെ വരാമെന്ന് നമ്മൾക്ക് ഓർമ്മ ഉണ്ടാകുക. ഇപ്പോഴും ഒരു കുഴപ്പമില്ല വരയ്ക്കുന്ന തോന്നുന്നു. പക്ഷേ ഒരു 10 കൊല്ലം മുമ്പ് കണ്ട ഒരുത്തം പിന്നെ നമ്മളെ പെരേക്ക് വരുമ്പോൾ അയാൾ നിന്ന് നോക്കിയിട്ട് പറയും, എന്താ മനുഷ്യങ്ങളൊന്നും വൈറ്റ് വാഷ് ചെയ്യാത്തത്, ഇതൊക്കെ കുട്ടികളാകെ വരഞ്ഞുകൊണ്ട് നാശാക്കിക്കണല്ലോ, ഇവിടേക്ക് ഈ ടൈല് പൊട്ടിക്കണല്ലോ, ആ വാതിലെന്താണോ അടച്ചിട്ട് ശരിയാവില്ലല്ലോ, ഞാൻ ആ പിന്നെ ടോയ്ലറ്റ് പോയി കൊണ്ട് തുറന്നു നോക്കുമ്പോൾ ആ സാധനത്തിന് വെള്ളം വരുന്നില്ലല്ലോ. അപ്പോഴാണ് നമുക്ക് തോന്നുക, പൊട്ടിക്കുന്നില്ലേ, അത് ശരിയാട്ടോ,
ശരിയാണ്, നിങ്ങൾ നോക്കാൻ നേരം കിട്ടി. അതെന്താ പറയുക, നമ്മൾ സ്ഥിരം കാണുമ്പോൾ നമ്മളെ പെരക്ക് വരുന്ന ഡാമേജ് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ പുതിയൊരാൾ വരുമ്പോഴേ മനസ്സിലാവും. അതേപോലെ നമ്മളിങ്ങനെ പണ്ടത്തെ മുജാഹിദീങ്ങളോ ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്, നമ്മളാ അതേ അവസ്ഥയിലാണെന്ന് നമ്മളെ ധാരണ. പക്ഷെ നമ്മളെ ഒരാൾ മാറി നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് വന്ന ചേഞ്ച് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഭയങ്കര ഇതാണ് ഞാൻ പറഞ്ഞത്. എന്ത് നമ്മുടെ ജീവിതത്തിൽ ഈ ലിബറലിസത്തിൻ്റെയും മതനിരാസത്തിൻ്റെയും ആ കാറ്റിലും കോളിലും പെട്ട് നമ്മളറിയാതെ ഇതിനോടൊക്കെ എന്തായിട്ടുണ്ട്, രാജിയായി മാറിയിട്ടുണ്ട്. കുട്ടികളല്ലേ, പുതിയതല്ലേ, നമ്മളെ കാലമല്ലല്ലോ, ഇത് പറഞ്ഞ് ഇതിനൊക്കെ അരി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ ഇസ്ലാമിന് ആദരവോടുകൂടി കാണാൻ എല്ലാവർക്കും കഴിയില്ല. ആർക്കേ കഴിയുള്ളൂ. ഞാൻ ഓതി വെച്ച ആയത്തതാണ്, അതാർക്കേ കഴിയുള്ളൂ. ذَلِكَ وَمَنْ يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِنْ تَقْوَى الْقُلُوبِ. ذَلِكَ അതാണ് കാര്യം. وَمَنْ يُعَظِّمْ شَعَائِرَ اللَّهِ അള്ളാഹുവിൻ്റെ ശിആറുകളെ ആർക്കാണ് ബഹുമാനിക്കാൻ കഴിയുക? ഈ വിവാഹമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ശിആറുകളിൽപ്പെട്ടതാണ്. അത്തരം കാര്യങ്ങളൊക്കെ ആർക്കാ ബഹുമാനിക്കാൻ പറ്റുക? അത് ഹൃദയത്തിൽ തഖ്വയുള്ളവർക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. അവന് മറുവശം എന്താ? ഇത്തരം കാര്യങ്ങളുടെ പവിത്രതയൊക്കെ ചോർന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ നിന്ന് എന്താകുന്നുണ്ട്, തഖ്വ ചോർന്നു പോകുന്നതിൻ്റെ ലക്ഷണമാണ് നമ്മളെ കല്യാണ പരിപാടിക്ക് ഈ കോലത്തിലായി മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെന്നെത്തുന്നത് മറ്റു പല സംസ്കാരങ്ങളിലുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഏക സിവിൽ കോഡ് സമുദായം തന്നെ മറ്റൊരു രീതിയിൽ നിന്ന് സ്വയം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ എല്ലാവരും NRCക്കെതിരിലും CAAക്കെതിരിലും ഈ പുളിക്കലങ്ങടി ഇറങ്ങിയതല്ലേ നമ്മളെല്ലാവരും, അല്ലേ? ഗവൺമെൻറ് അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നുണ്ടാണ്. എത്ര സെമിനാർ നമ്മൾ നടത്തി, എത്ര മുസ്ലിം കൂട്ടായ്മകൾ നമ്മൾ സംഘടിപ്പിച്ചു. എന്ത് ഏക സിവിൽ കോഡ് നമ്മൾ പഠിക്കണ്ടേ? അതായത് ഇന്ന് ഇന്ത്യയിൽ വ്യക്തി നിയമമുണ്ട്. അഥവാ വ്യക്തി നിയമം എന്ന് പറഞ്ഞാൽ മുസ്ലിം മതവിശ്വാസികൾക്ക് 2-3-4 കാര്യത്തിൽ ഒരു ഡിസ്പ്യൂട്ട് വന്നാൽ ഇന്ത്യയിലെ പൊതു നിയമമല്ല അവർക്ക് ബാധകം. അവർക്ക് ശരീഅത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ വ്യക്തി നിയമമാണ്. അതിൽപ്പെട്ടതാണ് എന്ത്? വിവാഹം, വിവാഹമോചനം, സ്വത്താവകാശം പോലുള്ള വിഷയത്തിൽ 2 കുടുംബങ്ങൾ തമ്മിൽ തർക്കം വന്നാൽ കോടതി പോയാൽ നിലവിലുള്ള നിയമമല്ല നോക്കുക. ഏതാ നോക്കുക? ഇസ്ലാമിക നിയമം എന്താ നോക്കിയിട്ട് അതനുസരിച്ചാണ് വിധി പറയാം. കക്ഷികൾ മുസ്ലിങ്ങളാണെങ്കിൽ. ഇതാണല്ലോ വ്യക്തി നിയമം എന്ന് പറയുന്ന സാധനം. ഇതെടുത്ത് ഒഴിവാക്കും. എല്ലാവർക്കും കോമൺ. ഇവിടെ ക്രിമിനൽ കോഡ് ഒന്നാണ്, സിവിൽ കോഡും ഒന്നാക്കണം. ഇതാണ് വാദം. ആ സിവിൽ കോഡ് ഒന്നാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇപ്പോൾ നിയമനിർമ്മാണം കാര്യങ്ങൾ കൊണ്ടുവന്നത്. അതിനെതിരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കും. പക്ഷെ നമ്മളതിനെതിരെ മുദ്രാവാക്യം വിളിക്കും, പ്രവർത്തനം നടത്തും, മീറ്റിംഗ് നടത്തും, പത്രസമ്മേളനം നടത്തും, നമ്മളെ പെരിയിൽ നടപ്പാക്കും ചെയ്യും. അതായത് വേറെയുള്ള കല്യാണത്തിന് എന്തൊക്കെയുള്ളത് വെച്ചാൽ അതൊക്കെ ഇവിടെ ഉണ്ടാവില്ലേ ഇപ്പോൾ, അല്ലേ? ആ മാല കെട്ടലും, ആ പാല് കൊടുക്കലും, ആ ഇറങ്ങിപ്പോകലും, ആ കെട്ടിപ്പിടിക്കലും, ആ കിസ് ചെയ്യലും, അത് നിക്കാഹിന് മുമ്പാണോ ശേഷമാണോ ഒന്നൊരു വ്യത്യാസമില്ലല്ലോ. വേഷത്തിലല്ല വ്യത്യാസമുണ്ട്. അന്ന് വരെ ആ കുട്ടി ഇസ്ലാമികമായ മഫ്തയും മറ്റ് സംവിധാനങ്ങളൊക്കെ ഇട്ട കുട്ടിയതാ 4 ആൾ നോക്കണമെന്ന് അവളതൊക്കെ അയച്ചിങ്ങാണ്ട് എന്ത് ചെയ്യാണ്, വേറൊരു കോലത്തിൽ മാറിയിട്ടുണ്ട് വരില്ലേ. ബ്യൂട്ടി പാർലറിൽ പോയി വരി നിൽക്കണം എല്ലാവരും അവിടെ കൂടിയിട്ട്. ബ്യൂട്ടി പാർലർക്ക് ആദ്യം കൊണ്ടുപോയിരുന്നത് പുതിയണ്ണിനെ മാത്രമാണ്. ഇപ്പം പുതിയണ്ണിനെ മാത്രമല്ല, ഇപ്പം ബ്യൂട്ടി പാർലറിൽ പോണത് പെരയത്തെ പിന്നെ വല്യമ്മ മുതൽ ചെറിയ പേരക്കുട്ടി വരെ പോകുന്നുണ്ട്. ലക്ഷങ്ങൾ അതിന് ചിലവാക്കണം. എന്താ നമ്മളെ പോക്ക്? എവിടേക്കാണ് പോകണം എന്നാലോചിച്ചു. എന്നിട്ട് എല്ലാവരും ഒരുങ്ങി നിൽക്കും. വന്നു കഴിഞ്ഞാൽ അന്ന് ഇതാരാണ് ആൾ തന്നെ മനസ്സിലാകുക. ഈ എംബാം ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതേമാതിരി ഒരു കണ്ണ് മാത്രം ഇങ്ങനെ കാണും, മോളൊക്കെ ഭയങ്കര പൊട്ടിയിട്ട് പെയിൻ്റ് അടിച്ച്. എന്താ അതൊക്കെ ചെയ്യുന്നത് ആവശ്യം? കല്യാണ സമയത്ത് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി പല കോലത്തിൽ രംഗപ്രവേശനം. അതിന് ഒന്ന് മര്യാദക്ക് സോപ്പ് വെച്ച് കുളിച്ചതൊന്നും പോകില്ലേ. അപ്പോഴാണ് മറ്റവന് ഇപ്പോൾ ശരിക്കുള്ള മുഖങ്ങൾ കിട്ടുന്നത്. അപ്പോഴാണ് ഡൈവേഴ്സ് നടക്കുന്നത്. ഇതൊക്കെ നമ്മൾ പറയാതെ കാര്യമില്ല. അത് കുട്ടീന് ഇവിടെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് കുട്ടിയിട്ട് കണ്ട കാണിച്ചു കൊടുക്കുക. കല്യാണത്തിന് അതിലേറെ ഗംഭീരമായിട്ടാണ് കാണിച്ചു കൊടുക്കുക. അത് 4 ദിവസം വീട്ടിൽ വന്നുകാണ്ട് ആണ് പോകുമ്പോൾ അതൊക്കെ പോകും. അത് പോകുമ്പോഴാണ് ഇവൻ സൗന്ദര്യമില്ലാന്ന് തോന്നുന്നത്. അപ്പോഴാണ് അവൻ ഗൾഫ് പോണത്. ഗൾഫ് പോയിട്ട് അവിടുന്ന് ഫോൺ ചെയ്യുന്നത്, ഞാൻ കണ്ട പെണ്ണല്ലതെന്ന് പറയും. നിനക്ക് പറ്റില്ല, നിന്റെ കളർ എനിക്ക് ശരിയാവില്ല, ആ കുട്ടി ആത്മഹത്യ ചെയ്യും. ഇതൊന്നും ഞാൻ സങ്കല്പം പറയില്ല. കുറച്ച് അപ്പുറത്തേക്ക് പുറത്തു കൊണ്ട് നോക്കിയുണ്ട് കാണാൻ കഴിയത്.
അപ്പോൾ ഇതൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഏക സിവിൽ കോഡ് ഇന്ന് സ്വയം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയുന്നത്. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. ഇതെല്ലാം ജനറേറ്റ് ചെയ്യുന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്ന്, അത് നമ്മൾ മനസ്സിലാക്കും. അത് എവിടെന്ന് വെച്ചാൽ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമാണ് ഇന്നെല്ലാം നിശ്ചയിക്കുന്നത്. ഞാൻ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമിനെ കുറ്റം പറയുന്നുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏത് കാര്യങ്ങൾ നടപ്പാക്കണമെങ്കിലും പഴയ പോലെ നാട്ടുകാരൊക്കെ പാടെ കൂടിങ്ങാണ്ട് കല്യാണം നടത്താനും ചോറ് വിളമ്പാനൊന്നും ഉണ്ടാവില്ല. അതിന് കാറ്ററിങ്ങും സൗകര്യവും സംവിധാനമൊക്കെ എല്ലാവരും ഉപയോഗിക്കേണ്ടി വരും. അത് ഉപയോഗിക്കാൻ പാടില്ല എന്നും അഭിപ്രായമല്ല. അങ്ങനെ ഒരു ടീമുള്ളത് നിന്ന് വലിയൊരു സൗകര്യവും ഞാനവിടെ അവമതിച്ച് വർത്താനം പറയല്ല ചെയ്യുന്നത്. പക്ഷേ അവർ തരുന്ന ലിസ്റ്റ് ആകരുത് നമ്മുടെ കല്യാണത്തിൻ്റെ ലിസ്റ്റ്. ബിരിയാണി വെക്കാൻ വേണ്ടി നിങ്ങൾ മോറ്റൊരു ഷീറ്റ് ഉണ്ടാവും, അതിലിങ്ങനെ ടിക്ക് ഇടുക ചെയ്യുക അവർ എന്തൊക്കെയാണ് വേണ്ടത്. ഇതേപോലെ ഇതിൻ്റെ അടിയിൽ ഒരു ഷീറ്റ് ഉണ്ട് ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ കല്യാണത്തിൻ്റെ കാര്യത്തിൽ. അതൊരു കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇവിടെ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും പാടെ ഉണ്ടാക്കുന്ന സാധനമാണത്. എടാ അത് കൊണ്ടുവന്നിട്ട് അതിന് നമ്മൾ ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് അതിന് പൈസയും കൊടുത്താലോ? എടാ ആകെ നമ്മളെ പണി എന്താണെന്ന് വെച്ചാൽ അത് കരാർ ഉറപ്പിച്ചതിന് പൈസ കൊടുക്കുന്നത് മാത്രമാണ്. അങ്ങനെയാണ് ഒരു കല്യാണത്തിന് ചെന്നപ്പോൾ കുടുംബങ്ങൾ തന്നെ കയറി ചെല്ലുന്ന സമയത്ത് അവരെ തടഞ്ഞു. നമ്മളിതിലല്ല, നമ്മൾ അപ്പുറത്ത് കൂടി പോകണം, കാരണം അവരെ നിയമമാണത്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ 2 സ്ത്രീകളാണ് ഇവരെ വാം ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ആയിട്ട് കാത്തിക്കുന്നത്. അനിസ്ലാമികമായ വേഷം ധരിച്ച വളരെ ഫാഷൻ ഡിസൈനിങ്ങുള്ള സ്ത്രീകൾ. അപ്പോൾ അത് അന്വേഷിച്ച് നോക്കുമ്പോൾ കുടുംബനാഥനെ തന്നെ അപ്പോഴറിയണേ ഇവിടെ സ്ത്രീകളാണ് നിൽക്കുന്നത്. അപ്പോൾ അവരോട് മാറിക്കാൻ പറഞ്ഞാൽ ഒരു നിൽക്കൂല, കാരണം അവരെ ഏൽപ്പിച്ച ആൾക്ക് അവർ പറഞ്ഞാലേ നിൽക്കുള്ളൂ. അപ്പോൾ മറ്റേ ആളോട് പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ എനിക്ക് ഒപ്പിട്ട് തന്നല്ലേ കരാർ ഒപ്പിട്ട പൈലൊക്കെ ഉള്ള നിങ്ങൾ വായിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ എന്താ കഥ? അപ്പോൾ അതായത് ഈ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമിനെ ഏൽപ്പിച്ചിട്ട് അവരെന്താണോ ചെയ്യുന്നത് അതിൻ്റെ പിന്നാലെ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പരിപാടി. എന്താണ്? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഒരു സമൂഹത്തോട് നിങ്ങൾ സദൃശ്യരായാൽ നിങ്ങൾ അവരിൽപ്പെട്ടവരായി. പിന്നെ എൻ്റെ നീയത്തില്ല, അങ്ങനെയൊക്കെ ആൾക്കാർ പറയാം. എൻ്റെ നീയത്തതല്ല, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അത് സാദൃശ്യം വന്നാൽ മതി. അപ്പോൾ ഇവിടെ മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന സംഗതി നമ്മളും അതേപോലെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇസ്ലാമാണ് മുസ്ലിമാണെന്നുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ രംഗത്ത് എന്തുകൊണ്ട് നമ്മൾ ശക്തമായ നിലപാടെടുക്കണം. ഞാൻ എൻ്റെ സംസാരത്തിൽ കുറച്ച് കാർക്കശ്യം ഉണ്ടാവും, അത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് എനിക്ക് പറയണം. കാരണം ഇത് അനുഭവിച്ച് പലതും കണ്ടനുഭവിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം പറയാം. അതിങ്ങനെ വിഷയം വെക്കങ്ങൾ ധൈര്യം കാണിച്ചല്ലേ, ആ ധൈര്യം കാണിച്ചതിന് ഞാൻ പ്രത്യേകം നേരത്തെ പറഞ്ഞ മാതിരി അപ്രീഷിയേറ്റ് ചെയ്യാം. കാരണം ഇന്ന് ഈ പ്രസംഗം തന്നെ നടത്താൻ ആൾക്കാർക്ക് പേടിയാണ്. കാരണം എന്താ അറിയുമോ? പണ്ട് പറപ്പൂരുമൂലയുണ്ടായി ഒരു ക്ലാസ്സിൽ അനുഭവം പറയാം. അവിടെ മദ്യപാനത്തിൻ്റെ ഭയങ്കര പ്രശ്നം നാട്ടിൽ. അപ്പോൾ എല്ലാവരും പാടെ കമ്മിറ്റിയും ആൾക്കാരൊക്കെ പാടെ യോഗം കൂടി തീരുമാനമെടുത്തു. എന്താ തീരുമാനം എന്നറിയാം? നാളെ മുതൽ ഇവിടുന്ന് മദ്യം ഉപയോഗിച്ച് കള്ളുടിച്ചതിൻ്റെയും പുക ഇതിൻ്റെയൊക്കെ പേരിൽ പോലീസ് പിടിച്ചുണ്ടായാൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയൊന്നും ഇടപെടില്ല, മഹല്ല് കമ്മിറ്റിയും ഇടപെടില്ല. പിന്നെ അവരത്തരം സ്ഥാനങ്ങളിൽ നിന്നൊക്കെ നീക്കും. അങ്ങനെ കുറേ നിയമം ഉണ്ടാക്കി. അത് പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് അങ്ങാടി കൂടെ പ്രിൻ്റ് ഔട്ട് സ്ട്രോങ് ആയിട്ട് എല്ലാ വിഭാഗം ആൾക്കാരും കൂടി എടുത്ത തീരുമാനമാണ്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഒട്ടിച്ചിൻ്റെ ഒക്കെ താഴെ വേറെ ലിസ്റ്റ് വന്നു. അതെന്താ അറിയുമോ? ഓരോ പള്ളിക്കത്തെയും ഈ ഗ്യാങ്ങിലുള്ള ചെറുപ്പക്കാരും ആൾക്കാരെ പേര്, എന്നിട്ട് ബ്രാക്കറ്റിൽ ഇന്ന പള്ളിയുടെ സെക്രട്ടറിയുടെ മകൻ, ഇന്ന പള്ളിയുടെ പ്രസിഡൻറ്റിൻ്റെ അനുജൻ, ഇന്ന പള്ളിയുടെ ഇന്ന ആൾ, ഇതും നിങ്ങൾ നടപടിക്കുന്നത്. പിന്നെ ആ മീറ്റിങ്ങിനെ കൂടിയിട്ടില്ല, അതോടെ ആ കമ്മിറ്റി പോയി. അപ്പോൾ അതാണ് ഇവിടെയും വിഷയം. ഈ കല്യാണങ്ങളൊക്കെ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. അത് സെക്രട്ടറിൻ്റെ മകൾ കല്യാണം അങ്ങനെയാണ്. എനിക്കറിയില്ല കേട്ടോ ഇവിടെ അങ്ങനെ ഉണ്ടായിരിക്കണോ. ഞാനത് വിചാരിച്ചാണ്, ഞാൻ ആരോടും ചോദിച്ചിട്ടുമില്ല. പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് മാത്രമുള്ള കാര്യം പറയണമല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ ഇവിടെ മെമ്പർമാർ കുത്തുബ പറയാൻ കഴിയില്ല. മെമ്പർ കുത്തുബ എന്തായി? അത് സെക്രട്ടറിക്ക് എതിരായ കുത്തുബ, അല്ലെങ്കിൽ പ്രസിഡന്റിനെതിരായ കുത്തുബ, മഹലിനെതിരായ കുത്തുബ. പിന്നെ മൗലവിൻ്റെ മകളത്തും അങ്ങനെയാണെങ്കിൽ എന്താ കിട്ടുക? അല്ലേ, മൗലവിൻ്റെ മകളത്തും അങ്ങനെയാണെങ്കിൽ എന്താ കിട്ടുക? പിന്നെ ആരും കൊണ്ടുമില്ല. അങ്ങനെയാണ് ഒരു സംഗതി ഇല്ലാതെ നാട്ടിൽ. മനസ്സിലായിട്ടുണ്ടോ? അതായത് എല്ലാ വിളക്കുകാലിന് ചുവട്ടിലും ഇരുട്ടാണ് എന്നൊരു തത്വശാസ്ത്രം പറയുന്ന സാധനം ശരിയല്ലേ? വിളക്കുംകാല് എല്ലാവർക്കും ലേറ്റ് കൊടുക്കും, പക്ഷെ അതിൻ്റെ ചുവട്ടിൽ എപ്പോഴും ഇരുട്ടാവും. അതേമാതിരി ഇത് സമൂഹത്തിൽ ഇത് മാറ്റം വരുത്തേണ്ട ആളുകളുടെ കുടുംബത്തിലും അവരെ കല്യാണത്തിലും തന്നെ എങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പിന്നെ ഇത് പറയാൻ ആളുണ്ടാവില്ല. ഇത് പറയാൻ ആളില്ലാതെ വരുമ്പോൾ അടുത്ത തലമുറ ഉണ്ടല്ലോ, ഈ കുട്ടികൾ കാണുന്നതിന് ഇതാണ്. പഴയ കല്യാണത്തിന് കണ്ടിട്ടില്ല. ശരിക്കും മനസ്സിലാക്കണം, നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന ശരിക്കുള്ള കല്യാണങ്ങളില്ലേ, അത് കാണാത്ത തലമുറയാണ് ഇപ്പോൾ ഈ വരുന്നത്. ഇതിനെതിരൊരു സംസ്ഥാനം പള്ളിക്കൊന്നുമില്ല, കുത്തുബിയിലും ഇല്ല, ക്ലാസ്സിലും ഇല്ല, എവിടെയില്ല.
അപ്പോൾ പിന്നെ ഈ കുട്ടികളെന്താവും? അവരാണോ കുറ്റക്കാർ? അല്ല, അവർ കണ്ടത് തന്നെ എങ്ങനെയാണ്? ജനിച്ച് വീണപ്പോൾ തന്നെ കണ്ടത് എങ്ങനെയാണ്? മടി കിടക്കുമ്പോൾ തന്നെ പടക്കം പൊട്ടിച്ചതാണ് കണ്ടത്. അപ്പോൾ അതാ കല്യാണം എന്ന് വിചാരിച്ചു. ഞാൻ ഒരു കുട്ടി പിന്നെ ഒരു ദിവസം ഞങ്ങൾ കല്യാണത്തിൽ നിന്ന് പോരുമ്പോൾ എൻ്റെ വണ്ടിയിൽ വേറൊരു സ്ത്രീയും അവരുടെ കുട്ടിയും കയറി. ഒരു നഴ്സറി കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി അതിൻ്റെ ഉമ്മനോട് ചോദിക്കണത്, അപ്പോൾ ഉമ്മ കല്യാണം കഴിഞ്ഞു ചോദിച്ചു. ആ കല്യാണം കഴിഞ്ഞ് പോയി, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ പോകുന്നില്ലേ? ഇവിടെ കല്യാണം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ എന്താ ആ കല്യാണത്തിന് ഈ പറഞ്ഞ പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ നിക്കാഹ് ഉണ്ടായി, ഭക്ഷണവും കൊടുത്തു, ആൾക്കാരൊക്കെ കണ്ട് സംസാരിച്ച് പിരിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഈ സാധാരണ ഉണ്ടാണ്. അപ്പോൾ ഈ കുട്ടി സാധാരണ ഇതൊക്കെ കാണുന്നുണ്ട് എവിടെ ചെന്നാലും, അതൊന്നും ഇവിടെ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ കാണാതെ വന്നപ്പോൾ ആ കുട്ടിക്ക് ഇത് കല്യാണമൊന്നും ചെയ്യാനില്ല, തോന്നുന്നില്ല. ഈ ഗൾഫിലുള്ള കുട്ടികൾ നാട്ടിലേക്ക് വന്നാലുണ്ട് പിന്നെ കോഴിനെ കണ്ടാൽ കാണിച്ചു കൊടുത്താൽ സമ്മതിക്കില്ല. കോഴി ഇങ്ങനെ മുറ്റത്ത് കൂടി നടന്നു പോകുമല്ലോ, അത് കോഴിയാണെന്ന് പറഞ്ഞാൽ കോഴിയല്ല. അപ്പോൾ ഈ കുട്ടിക്ക് എന്താ, ഈ കുട്ടിക്ക് പണ്ട് കാലം കോഴി എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കണ ഫ്രീസറിൽ നിന്ന് എടുക്കണ പാക്കറ്റ് ഉണ്ടല്ലോ, അതാണ് കുട്ടിക്ക് കോഴി. ശരിക്കും ഉടലോടെ കുട്ടി കോഴിനെ കണ്ടിട്ടില്ല. അപ്പോൾ ശരിക്കുള്ള കോഴിനെ കാണിച്ചു കൊടുത്താലും കുട്ടി സമ്മതിക്കില്ല. അതേമാതിരി ഇനി ശരിക്കുള്ള ഇസ്ലാമിക കല്യാണം നടത്തി നമ്മളെ പുതിയ തലമുറ എന്ത് ചെയ്യില്ല, കല്യാണം സമ്മതിച്ചില്ല. ഏതല്ല കല്യാണം എന്ന് പറയും, വേർതിരിക്കണില്ല. നെല്ലും പതിനും ഞാനെങ്കിലും അതിനെപ്പറ്റി പറഞ്ഞാലോ അവൻ അവിവേകത്തിൻ്റെ ആളാന്ന് പറയും. ഈ സമൂഹത്തിൽ ഇപ്പോൾ അത് പറയാൻ പാടുണ്ടോ? എല്ലാവരും കൂടെ മൂപ്പരെ വളഞ്ഞുകൊണ്ട് ഞൂണ്ടത് കേട്ടോ, ആരാവത് പറയാം. ഇതാണ് ഇപ്പം സമൂഹത്തിൽ എന്ത് ചെയ്യണത്, നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ തന്നെ ഈ വിഷയത്തെ കാണണമെന്നൊക്കെ പറയാം. എന്തുകൊണ്ട് നിലപാടെടുക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ അതും കൂടി പറഞ്ഞ് എൻ്റെ സംസാരം അവസാനിക്കും. 4 കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് കല്യാണത്തിനൊരു പ്രാർത്ഥന ചൊല്ലലുണ്ടല്ലോ. നമ്മൾ എന്താ, ബാറക്കല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനക ഫി ഖൈർ, അല്ലേ? ഇവർക്ക് എന്തുണ്ടാകട്ടെ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഇവർ രണ്ടുപേർക്കും ബറക്കത്ത് ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ബറക്കത്ത് കിട്ടണമെങ്കിൽ ഒരു വ്യവസ്ഥ ഉണ്ട്, അള്ളാഹിൻ്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കണം. അപ്പോൾ കല്യാണത്തിന് ബറക്കത്ത് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? കല്യാണത്തിൽ അള്ളാഹും റസൂലും പറഞ്ഞ നിയമം നമ്മൾ പാലിക്കണം. ഇന്നെന്താ സംഭവിക്കുന്നത്, വലിയ ലക്ഷങ്ങൾക്ക് കല്യാണം പൊടിച്ച് നടത്തി അതൊക്കെ റെക്കോർഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അവളിഞ്ഞ് വരുന്നില്ല തരാറ്. കല്യാണം തുമ്പില്ലാതെ ഇനി എടുത്ത ചോദിക്കുക, പിന്നെ ആർക്കും ചോദിക്കാനാണ്. എത്ര സംഭവങ്ങളാണ് ഇപ്പോൾ കോട്ടി അടിച്ച മാതിരിയാണ്, അല്ലെങ്കിൽ റബ്ബർ പന്ത് പിന്നെ ചുമരുമ്പോൾ കിട്ട മാതിരിയാണ്. അങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് വരിക. കല്യാണം എത്ര ഡൈവേഴ്സിയാണ് ചെറിയ ചെറിയ കാരണത്തിൻ്റെ പേരിൽ. ഈ കാഴ്ചപ്പാടുകൾ പൊരുത്തല്ലായ്മയാണ്. അപ്പോൾ ശരിക്കും പടച്ചോൻ്റെ നിയമം പാലിച്ചെങ്കിൽ മാത്രമേ അള്ളാഹിൻ്റെ ബർക്കത്ത് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് കിട്ടും. നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു തുറവുണ്ടാക്കി തരും. പക്ഷേ ഈ കല്യാണത്തിന് എല്ലാ മാതാപിതാക്കളും കാണിച്ചാൽ ആ കല്യാണത്തിൽ പടച്ചോൻ്റെ ബർക്കത്ത് എങ്ങനെ നമുക്ക് ഉണ്ടാകുക? അപ്പോൾ ഇത് ചൊല്ലി തുടങ്ങുന്ന ഒരു കല്യാണ സദസ്സിൽ ഈ DJ മ്യൂസിക്കും കോടിക്കലലും മദ്യവും സംഗീതവും അവിടെ പാട്ടും കച്ചേരിയും പരിപാടിയും വരിക എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ബറക്കത്ത് ഉണ്ടാവില്ല. റസൂലുള്ളാഹി പറഞ്ഞാൽ എന്താ, ലയകൂനന്ന മിൻ ഉമ്മതി യഖ്വാമുൻ, എൻ്റെ സമൂഹത്തിൽ നിന്നൊരു വിഭാഗം വരാനുണ്ട്. എന്താ അവരുടെ പ്രത്യേകത? യസ്തഹില്ലൂന അൽ ഹിറാ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ. യസ്തഹില്ലൂന, അവർ ഹലാലാണെന്ന് വാദിക്കും, അനുവദനീയമാണെന്ന് പറയും. അൽ ഹിറാ വൽ ഹരീറ വൽ ഖംറ, വ്യഭിചാരത്തെയും പട്ടുവസ്ത്രത്തെയും മദ്യത്തെയും. പിന്നെ പറഞ്ഞത് എന്താ? വൽ മആസിഫ്, വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംഗീത അകമ്പടികളെയും. അതൊന്നും മതത്തിലൊരു പ്രശ്നമല്ല, അതിനൊന്നും വിമർശിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നൊരു കൂട്ടർ വരുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഓർമ്മപ്പെടുന്നത്. അപ്പോൾ ആ നിരോധിച്ച സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ബറക്കത്ത് ചൊരിയേണ്ട സദസ്സിൽ കൊണ്ടുവന്ന് വെച്ചാൽ അള്ളാഹിൻ്റെ ബറക്കത്ത് കിട്ടില്ല. പോയിന്റ് 1. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടെന്ന് പിന്നെ നമ്മൾ ഇതിനെതിരെ രംഗത്തിറങ്ങണം എന്നുള്ള കാര്യം പറയുന്നത്. രണ്ടാമത്തത്, തിന്മയുടെ തുടക്കക്കാരായി നമ്മൾ മാറുക. ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എല്ലാ തിന്മയുടെയും തുടക്കക്കാരായി നമ്മൾ മാറുക. കാരണം എന്താ അറിയോ, നമ്മളെ മരിച്ച് അത് കൊണ്ടുപോയി വെക്കുമ്പോൾ നമ്മൾ ചെയ്തത് മാത്രമല്ല, അതിൻ്റെ അനന്തരഫലങ്ങൾ കൂടി നമ്മുടെ റെക്കോർഡിലുണ്ടാവുന്നു. അത് നന്മയാണെങ്കിലും ശരി, തിന്മയാണെങ്കിലും ശരി. എല്ലാവർക്കും അറിയണ സൂറത്തല്ലേ, സൂറത്ത് യാസീൻ. അതിലുള്ള ആയത്താണ് ഇത്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ നഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. നിങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിക്കുന്നത് നാം ആകുന്നു. വനക്തുബു മാ ഖദ്ദമൂ,
നിങ്ങൾ മുൻകൂട്ടി ചെയ്ത കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കും. പിന്നെ പറഞ്ഞത് എന്താ? വആസാറഹും, അതിൻ്റെ അനന്തരഫലങ്ങളും. അഥവാ നമ്മൾ ഇവിടെ ഒരു ഈ പുളിക്കൽ പള്ളി ഇത് തുടങ്ങിയ നമ്മുടെ മുൻഗാമികളിൽ അള്ളാഹു അവർക്ക് ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ, മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ന് അവർ സ്ഥലം വാങ്ങി ഇത് തുടക്കം കുറിച്ചത് ഉണ്ടാക്കിയതുകൊണ്ടല്ലേ ഇപ്പം നമുക്കിവിടെ ഇരിക്കാൻ പറ്റിയത്. ഇവിടുന്ന് എത്ര ഹുത്തുബ മനുഷ്യന്മാർ കേട്ട് എത്ര ആൾക്കാർ നന്നായി പോയിട്ടുണ്ടാവും. എൻ്റെയൊക്കെ കൂലിയാർക്ക് കിട്ടും, ഇത് തുടങ്ങിയ മനുഷ്യന്മാർക്ക് കിട്ടും അല്ലേ? ഒരു വെളിപ്പാട് അകലല്ലേ നമ്മുടെ അറബി കോളേജുകളുള്ളത് അല്ലേ? മദീനത്തുൽ ഉലൂം ആണെങ്കിലും അതുപോലെ തന്നെ സഫി കോളേജ് ആണെങ്കിലും ഏതാണെങ്കിലും ഇതൊക്കെ തുടങ്ങിയ മനുഷ്യന്മാരില്ലേ? ആ തുടങ്ങിയ ആളുകൾക്കൊക്കെ അതിൻ്റെ ഹൈറാത്തുകൾ കിട്ടും. അതിനും പകരം നമ്മളിവിടെ ഒരു സിനിമാ തിയേറ്ററാ തുടങ്ങി വിചാരിക്കുക, ഒരു ബാറ തുടങ്ങിയെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമ്മളെ കല്യാണത്തിൽ ആദ്യമായിട്ടൊരു കുടുംബത്തിൽ ഈ ജാതി കല്യാണം നമ്മളൊരു ഇവൻറ്റ് മാനേജർ വെച്ചിട്ട് ഈ ജാതി എല്ലാ മാത്താങ്കുത്തുള്ള കല്യാണം നമ്മളാണ് തുടങ്ങി വെച്ച് വിചാരിക്കുക. അത് കണ്ടിട്ടാണ് മറ്റേ കുട്ടികളെ കല്യാണം നടക്കുക. ഞാൻ പഠിത്തൊരു വിഷയത്തിൽ ഇടപെട്ടപ്പോൾ അവസാനം ആ കുട്ടി പറഞ്ഞത് എന്താ പറയുക, അതായത് ഉമ്മയും വാപ്പിയും ഇത് പറ്റൂല എന്ന് ഉറപ്പിച്ച് പറയണം, ഇതൊന്നും പറ്റൂല. അപ്പോൾ മകൾ പറഞ്ഞതിനുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, എന്താ മങ്ങൾക്കും ഉപ്പാക്കും മാത്രമൊരു പ്രശ്നം? നമ്മളെ മൂത്താപ്പാൻ്റെ വീട്ടിൽ ഇപ്പോൾ ഒരു 4 മാസം മുമ്പല്ലേ കല്യാണം നമ്മളെ അവിടുത്തെ താത്താൻ്റെ നടന്നത്. അവിടെ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അവർക്ക് പറ്റുന്നു നമുക്ക് പറ്റൂല എന്ന് ഓരും നമ്മളെ പള്ളിയിൽ തന്നെയാണ്, നമ്മളും ഈ പള്ളിയിൽ തന്നെയാണ്. പിന്നെ എങ്ങനെ ഓർക്ക് പറ്റുന്നത് നമുക്ക് പറ്റില്ല അറിയാം? ഇതാ കുട്ടിൻ്റെ മതം. ഇതിന് ഉത്തരവാദി ആരാ? ആദ്യം ആരാ കുടുംബത്തെ തുടങ്ങി വെച്ചാൽ അവരാണ്. അതുകൊണ്ട് ഫാമിലി ഗ്രൂപ്പുകളിൽ ഇത്തരം സാധനം ഷെയർ ചെയ്തുകൊണ്ട് വലിയ അഭ്യാസം കാണിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരോട് പറഞ്ഞുകൊണ്ട് ഇത് ഈ പ്രചരിപ്പിക്കുന്നത് എന്താണ്? കുട്ടികളെ മനസ്സ് ആ ജാതിയിൽ കയറിപ്പോണം. അപ്പോൾ തിന്മയുടെ തുടക്കക്കാർ അതോടുകൂടി എന്തായാലും ആ കുടുംബത്തിൽ പിന്നെ എവിടെ പരിപാടിക്കുമ്പോൾ അങ്ങനെ കാര്യം അതിൻ്റെ തുടക്കാരെ തുടങ്ങിയത് അതിൻ്റെ കുറ്റം ഏൽക്കേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞത്. അതായത് അതാണ് ആസാറും കൂടി അവിടെ രേഖയിലുണ്ടാവും. ഇതിൻ്റെ ബുദ്ധിമുട്ട് കൂടി നമ്മളെ രേഖയിലുണ്ട്. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ആർക്കെങ്കിലും വിശ്വാസത്തെ ആയത്താൽ ഹദീസല്ല, ആയത്താണ്. ഹദീസാണെങ്കിൽ പല ആൾക്കാർക്കും എന്താ വെച്ചാൽ അതെന്താ ശരിയാണോ തെറ്റാണോ അഭിപ്രായം ഉണ്ടോ? ഇത് ആയത്താണ്. മിസ്ഖാല ദർറ, അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അതും കാണും, തിന്മ ചെയ്താൽ അതും കാണും. പരലോകത്ത് മറുപടി പറയേണ്ടി. അതാണ് രണ്ടാമത്തെ കാര്യം. അതുകൊണ്ട് നമ്മളിതിനെ ഈ സംഗതികളെ നമ്മൾ പരിഹരിച്ചേ പറ്റൂ. മൂന്നാമത്തെ എന്താ പറയുക, നന്മയും തിന്മയും കൂട്ടിക്കലർത്തി നോർമലൈസ് ചെയ്യുന്നൊരു സാഹചര്യം ഇതിലുണ്ടാകുന്നു എന്നതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഇപ്പോൾ ഭക്ഷണമൊക്കെ ബൊഫയാണ്. ബൊഫെ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താ? ഇഷ്ടമുള്ളവന് ഇഷ്ടമുള്ളത് എടുക്കാമെന്നാണ്. എല്ലാതും അവിടെ ഉണ്ടാവും. ഇതേപോലെ തന്നെ കല്യാണത്തിൻ്റെ കാര്യം ഇഷ്ടമുള്ളത് ഗാനങ്ങൾ ഇഷ്ടമുള്ളത് കേട്ടോട്ടെ, നിക്കാഹ് ആവശ്യമുള്ളത് കേട്ടോട്ടെ, എല്ലാവർക്കും പറ്റുന്ന എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, നിങ്ങൾ ഇങ്ങോട്ട് പോയിക്കോളി. അങ്ങനെ അപ്പം എന്താ ഇതൊക്കെപ്പാടെ കാണുന്ന ആൾക്ക് എന്ത് മനസ്സിലായി? ഈ ഇസ്ലാമിൽ വലിയ കാര്യമൊന്നുമില്ല, ഈ ഇത്തഖുള്ള എന്ന് പ്രസംഗിക്കണതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നല്ല ഇതിൻ്റെ ആകത്തുക. അല്ലെങ്കിൽ ഇപ്പോൾ അപ്പുറത്തുണ്ടാവുമോ? അവിടെ ഉണ്ടാവില്ലല്ലോ. അവിടെ ഇതിന് ഈ മുറ്റത്തിൻ്റെ അപ്പുറത്ത് ഉണ്ടാകാമെന്നും ഇപ്പുറത്തൊക്കെ പാടില്ല എന്നും എങ്ങനെ ഒരേ ടീം തന്നെയല്ല അപ്പുറത്തും ഇപ്പുറത്തും വന്നു പോണത്. ഒരു കാര്യം ഉറപ്പിച്ചോളി, നാട്ടുകാർ മുഴുവൻ ചെയ്തുകൊണ്ട് ഇത് നോർമലൈസ് ചെയ്താലും ഇസ്ലാമിൻ്റെ നിയമം എന്താ? കുല്ലാ യസ്തവിൽ ഖബീസു വത്വയ്യിബ് വലൗ അഅജബക കസറത്തുൽ ഖബീസ് ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ് ലഅല്ലകും തുഫ്ലിഹൂൻ. കുല്ലാ യസ്തവിൽ ഖബീസു വത്വയ്യിബ്, നല്ലതും ചീത്തയും ഒരിക്കലും സമമാവുകയില്ല. വലൗ അഅജബക കസറത്തുൽ ഖബീസ്, ചീത്തയുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി, അവർ ചെയ്യുന്നു, മറ്റവർ ചെയ്യുന്നു, എളാപ്പ ചെയ്യുന്നു, മൂത്താപ്പ ചെയ്യുന്നു, നമ്മുടെ നാട് ചെയ്യുന്നു, ആരാണിത് ചെയ്യാത്തത്? ഈ ചോദ്യമല്ലേ ഇപ്പം എല്ലാത്തിനും തെളിവ്. അനിസ്ലാമികമായ കാര്യം എവിടെ എന്ത് നടന്നാലും ഇതാ കുട്ടികൾ ഇപ്പോൾ ജെൻഡർ ന്യൂട്രൽ പിന്നെ വസ്ത്രത്തിലേക്ക് വേഷത്തിലേക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മൊത്തം മാറി അല്ലേ? ഒരു ക്ലാസ് പഠിക്കണ 2 കുട്ടികളെ ഇന്ന് വേറിട്ട് ശരിക്കുള്ള ഇസ്ലാമിക ഡ്രസ്സ് ഇട്ട് ചെന്നാൽ എന്താ ചോദ്യമാണ്. അവരാ കുറ്റക്കാർ. എന്താ മറ്റവരൊക്കെ മുസ്ലിം വീട്ടിൽ നിന്നല്ലേ വരുന്നു, നീ എന്താ അങ്ങനെ മാത്രം? ഈ ചോദ്യം. ഒരു കാര്യമുണ്ട്, ലോകം മുഴുവൻ എതിര് നിന്നാലും സത്യം ഒന്നേ, അത് ന്യൂനപക്ഷം ഭൂരിപക്ഷം നോക്കിയിട്ടല്ല. അതാ ഖുർആൻ പറഞ്ഞത്, തിന്മയുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും സത്യവും അസത്യവും ഒന്നല്ല. ഫത്തഖുല്ലാഹ്
നിങ്ങൾ അള്ളാഹനെ സൂക്ഷിച്ചോളൂ, യാ ഉലുൽ അൽബാബ് ലഅല്ലക്കും തുഫ്ലിഹൂൻ. അവർക്കേ വിജയം ഉണ്ടാവുള്ളൂ. ഒരു താൽക്കാലിക വിജയമൊക്കെ ഇവർക്ക് ഉണ്ടാവും, പക്ഷെ യഥാർത്ഥ വിജയം ആർക്കേ ഉണ്ടാവുള്ളൂ? ഈ ഹക്കിനോടൊപ്പം നിന്നവർക്ക് ഉണ്ടാവും. ധൈര്യമായിട്ട് നിന്നു. ആദ്യം കുറച്ച് വിഷമവും കുറച്ച് പരിഹാസവും പ്രശ്നങ്ങളും ഒറ്റപ്പെടലൊക്കെ ഉണ്ടാവും. അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. നാലാമത്തെ കാര്യം എന്താണ്? വിശ്വാസികളുടെ മനസ്സിനെ ഇത് വേദനിപ്പിക്കുന്നു എന്നതാണ്. അതായത് ഇത് ഈ തെറ്റായ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നിടത്ത് സാക്ഷിയാകേണ്ടി വരിക എന്നുള്ളതൊരു പ്രശ്നമുള്ള കാര്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് നമ്മൾ ഇങ്ങനത്തെ ഒരു കല്യാണത്തിന് പോയിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു സംഗതിക്ക് നമ്മൾ നിർബന്ധിതമായി നിൽക്കേണ്ടി വരിക. പോയിട്ടില്ലെങ്കിൽ എന്തായി? കുടുംബം തെറ്റും ചെയ്യും. ഇതൊരു ക്രൈസിസ് അല്ല. അനാവശ്യമായി ഈ മനുഷ്യനിർമ്മിതമായ എന്താ പറയുക, ദുരന്തം എന്ന് പറയുന്നുണ്ട്. സാധാരണ രണ്ട് തരം ദുരന്തങ്ങളുണ്ട്. ഒന്ന് യാദൃശ്ചികമായിട്ട് മഴയും കാറ്റുകളും ഉണ്ടാകുന്നുണ്ട്. ഒന്ന് മനുഷ്യന്മാരെ ബോധപൂർവ്വം വിളിച്ചു വരുത്തുന്ന ദുരന്തങ്ങളുണ്ട്. ഇത് മനുഷ്യന്മാർ ബോധപൂർവ്വം വിളിച്ചു വരുത്തുന്ന ദുരന്തമാണ് ഈ ദുരന്തം. നല്ല ഇഖ്ലാസുള്ള മനുഷ്യന്മാരെ ഇടങ്ങാറാക്കുക, മാനസികമായിട്ട് പ്രയാസപ്പെടുത്തുക. ചെന്നിട്ടില്ലെങ്കിൽ കുടുംബം തെറ്റി, ചെന്നതിലൊക്കെ കൂടുമാണ്. എന്തിനാ ഇങ്ങനത്തെ ഒരു ക്രൈസിസ് ഉണ്ടാക്കുന്നത്? ആയത്തില്ലേ? ഈ ആയത്തെ ഏത് പശ്ചാത്തലത്തിലാണ്? നരകത്ത് കിടക്കണം കുറേ മനുഷ്യന്മാരുണ്ട്. അപ്പോൾ ചോദിക്കുക, നിങ്ങൾ എന്ത് നരകത്ത് പോയി? അപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ് എന്ത്? ഞങ്ങൾ ഒഴുകുന്നവരോടൊപ്പം ഒഴുകി. അപ്പോൾ പോകുന്നവരോടൊപ്പം പോയാൽ സ്വർഗത്തേക്കല്ല എത്തുക, എവിടേക്ക് എത്തുക? നരകത്തേക്കാണ് എത്തുക എന്ന് മനസ്സിലാകണം. അഞ്ചാമത്തെ കാര്യം എന്താ അറിയോ? ഇത് അതിഥികളെ വിളിച്ച് അപമാനിക്കലാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് അതിഥികളെ വിളിച്ച് അപമാനിക്കലാണ്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുഅ്ദി ജാറഹു. നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയൽവാസിയെ നിങ്ങൾ ബഹുമാനിക്കണം. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹു. പരലോകത്തിലും പടച്ചവനിലും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിഥിയെ നിങ്ങൾ ബഹുമാനിക്കണം. ഇത് അതിഥിയാണ്. നമ്മൾ കല്യാണത്തിന് വിളിച്ചു വരുത്തുന്നത് നമ്മൾ അതിഥികളാണ്. അവരോട് നമുക്ക് ബഹുമാനം വേണമെന്ന് പറഞ്ഞത് എന്തിലേക്ക് ചേർത്തിയാ പറഞ്ഞത്? അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസം ഉണ്ടെങ്കിൽ ഇതും ചില്ലറ പ്രയോഗമല്ല. ആ വിശ്വാസം നഷ്ടപ്പെട്ടതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിഥി ആയാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല, അതെൻ്റെ മോള് കൊണ്ടുവന്നതാണ്, എൻ്റെ ഇവർ കൊണ്ടുവന്നതാണ്, ഞാൻ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു കണ്ട് നിസ്സഹായത. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിശ്വാസമുള്ളവന് ഒരിക്കലും അയൽവാസിയെ ഉപദ്രവിക്കാൻ കഴിയില്ല. വിശ്വാസമുള്ളവന് ഒരിക്കലും തന്നെ അതിഥിയെ അനാദരിക്കാൻ കഴിയില്ല. വിശ്വാസമുള്ളവൻ ഒരിക്കലും വായിൽ തോന്നിയത് വിളിച്ചു പറയാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാർ ഇവരൊക്കെ ഇപ്പോൾ അവിടെ പറഞ്ഞ് കുറച്ച് മൂല്യന്മാരിറങ്ങിയിട്ടുണ്ട്. ഒക്കെ പറഞ്ഞ് കല്യാണത്തിനൊന്നും ചിരിക്കാനോടെയും പറ്റില്ല, ഒന്ന് മിണ്ടാനോടെയും പറ്റില്ല. അവിടെ ഞാൻ മയ്യത്തിൻ്റെ അടുത്തിരിക്കണമാതിരി ഇങ്ങനെ ഇരിക്കണം. അതപ്പോൾ പറഞ്ഞുകൊടുന്നത് ആ കല്യാണത്തിൻ്റെ അന്നൊന്നും ഇപ്പം ചിരിച്ചു പോയി ഒരു പാട്ടുപാടി വിചാരിച്ചുകൊണ്ട് വലിയ സംഭവം എന്ന് ചോദിച്ചുകൊണ്ട് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നു, കല്യാണത്തിന് ആരെ പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ മ്യൂസിക്കും ഈ അകമ്പടി ഈ ശൈത്താനിയത്തും പാണ്ടെന്നേ നമ്മൾ പറയുന്നുള്ളൂ. നിങ്ങളെ കുടുംബങ്ങൾ വല്ലവരും മൈക്കട വെച്ചോളി. നമ്മളെ കുട്ടികൾ നന്നായി പാടാൻ പറ്റുന്ന കുട്ടികളുണ്ടാവില്ലേ? സ്വരമാധുരിയോടുകൂടി നല്ല അർത്ഥമുള്ള പാട്ട് പാടാൻ യുവജനോത്സവത്തിലും അതേപോലെ മദ്രസ സർഗമേളയിലും ഒക്കെ ഫസ്റ്റ് കിട്ടിയ കുട്ടികളുണ്ടാവില്ലേ? കുറേ കുട്ടി, അവർക്കൊക്കെ കൊണ്ടുവന്ന് പഠിച്ചോളി, അവിടെ സമ്മാനം കൊടുത്തോളി. അവിടെ നിന്ന് അതിനെന്താ പ്രശ്നം? അപ്പോഴേക്കൊന്നും സംഭവിക്കൊന്നുമില്ലല്ലോ. അതൊന്നല്ല നമ്മളെതിര് പറയുന്നത്. ഹറാമ് ഇല്ലാത്ത ഏതു ആകാം, അത്രേ ഉള്ളൂ. ഹറാം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ ഈ വീട്ടുകാരെ ശല്യപ്പെടുത്തുന്ന സംഗതികൾ ഉണ്ടാകാൻ പാടില്ല. അതിൽ പ്രായോഗികമായി ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രശ്നങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാൻ ഞാൻ 1-2 പ്രായോഗിക നിർദ്ദേശങ്ങൾ പറഞ്ഞ് ഞാൻ സംസാരം അവസാനിപ്പിക്കാം. ഒന്ന്, ഈ പ്രശ്നം സംഭവിക്കാതിരിക്കണമെങ്കിൽ വിവാഹത്തിന് മുമ്പ് നമ്മൾ സംസാരിക്കണം. ആ വിവാഹത്തിൻ്റെ ദിവസം ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് പിന്നീട് ഈ പടക്കത്തിന് തീ കൊടുത്ത മാതിരിയാണ്. ഈ പടക്കത്തിന് തീ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എടുത്താൻ കഴിയുമല്ലോ, അത് പൊട്ടിയും തീരെ ചെയ്യും. അതേപോലെ ഈ കല്യാണത്തിന് ഈ ജാതി സംഗതിക്ക് നമ്മളോട് ഏർപ്പാടാക്കി കൊടുത്താൽ പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്താൻ കഴിയില്ല. അത് പിന്നെ അത് പൊട്ടി തീരണം. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം? നമ്മൾ നല്ലോണം സംസാരിക്കണം. അത് കുട്ടികളായിട്ട് സംസാരിക്കണം. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കല്യാണത്തിന് തൊട്ട് മുമ്പ് കുട്ടീനെ വിളിച്ചിട്ട് നമ്മളെ കല്യാണം ഇങ്ങനെയൊക്കെയാണ് നടത്തേണ്ടത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നിൻ്റെ സുഹൃത്തുക്കളോടും ആൾക്കാരോടൊക്കെ വിവരം പറഞ്ഞോളാം, നമ്മളെ കല്യാണം എങ്ങനെ ആയിരിക്കും. അത് ശരിക്കും നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം? സംസാരിച്ച് ബോധ്യപ്പെടുത്തണം. എന്നിട്ട് നമ്മൾ ഇസ്ലാമികമായ രീതിയിൽ നടത്തണം. പിന്നെ മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ ഈ വിഷയത്തിൽ പടച്ചോനല്ലാതെ വേറെ ആരും ഭയപ്പെടാൻ പാടില്ല. ഒരായത്തിൽ ഈ പള്ളി ഭരിക്കുന്ന ആൾക്കാർ ഗുണങ്ങൾ പറയുന്ന ആയത്തിൻ്റെ അവസാനം എന്താ? അതൊന്നും വെറുതെ പറഞ്ഞാലോ പടച്ചോ. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ മഹല്ല് കൈകാര്യം ചെയ്യേണ്ടി വരും.
അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമസ്സലാ വആതസ്സകാ. അർത്ഥം പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ. അതായത് പള്ളി പരിപാലിക്കുന്നവരെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വാസമുള്ളവരായിരിക്കണം, പരലോകത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം, നിസ്കരിക്കണവരായിരിക്കണം, സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കണം. പിന്നെ പറഞ്ഞെന്താ? വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹനല്ലാതെ ഒരു പേടിയൊക്കെ ഉണ്ടാവില്ല. ഒരു ഇമ്പാച്ചിനവർക്ക് പേടി ഉണ്ടാവില്ല. ദീന് നടപ്പാക്കുന്നിടത്ത് ദീനീ നിയമങ്ങൾ മഹലിൽ കൊണ്ടുവരുന്നതിൻ്റെ പേരിൽ ആകാശം പൊളിഞ്ഞു വീഴുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ അതിൻ്റെ മുകളിൽ കയറി ബാക്കി പറയാനുള്ള ത്രാണി ഉണ്ടാകണം. അതാ പറഞ്ഞു വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹനല്ലാതെ അവർ ഭയപ്പെടില്ല. ഫഅസാ ഉലൈക അൻ യകൂനു മിനൽ മുഹ്തദീൻ, എന്നാൽ അക്കൂട്ടർ സന്മാർഗം പ്രാപിച്ചവരുടെ കൂട്ടത്തിലായിരിക്കും, അവരെ സന്മാർഗത്തിലുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത് സംഘടനാ വ്യത്യാസങ്ങളില്ലാതെ മഹല്ലുകൾ സംയുക്തമായി ഈ വിഷയത്തിൽ യോഗം ചേരണമെന്ന് ഞാൻ പറയുന്നത്. സുന്നി മുജാഹിദും ഒന്നും വ്യത്യാസം, എല്ലാ പ്രദേശങ്ങളിലും യോഗം കൂടണം. അവിടുത്തെ മൗലവിമാരും പള്ളി സെക്രട്ടറിമാരും ഒക്കെ പാടെ യോഗം കൂടി ഈ വിഷയത്തിൽ നമുക്കൊരു അമറടി ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കണം, ചർച്ച ചെയ്യണം. എന്നിട്ട് ഈ നിയമങ്ങൾ കർക്കശമാക്കണം, അക്രമികൾക്ക് നേരെ കർശന നടപടികൾ സ്വീകരിക്കണം. പിന്നെ ഇപ്പം നിക്കാഹ് കുത്തുകൊണ്ടല്ലോ, എൻ്റെ ഒരു അഭിപ്രായം ഇനി വേറെ കുത്തുബീടി തുടങ്ങണമെന്ന്. അതായത് വെച്ചാൽ ഒരു നിശ്ചയത്തിനൊരു കുത്തുബ അവിടെ വേണ്ട, നിക്കാഹുമല്ല. നിക്കാഹുമായി കബളിപ്പിക്കല പണികളെ. നിക്കാഹിന് എന്ത് ആദ്യം വേഷം കെട്ടിങ്ങാണ്ടൊരു പറയിപ്പിച്ചുകൊണ്ട് പോലെ കഴിച്ചിലാക്കി വിടുക, പിന്നെ വായിക്കുക ചെയ്യുക. അതിന് മുമ്പ് നിശ്ചയിക്കാൻ കൂടുമ്പോൾ അത് ശരിക്കും രണ്ട് കാരണന്മാരും ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ ഒന്ന് ബോധപൂർവ്വം വിളിച്ചിട്ടന്നെ ഇരിക്കുക. ഇരുന്നിട്ട് എന്ത് ചെയ്യാം, ഞങ്ങളെ കല്യാണം ഇങ്ങനെയൊക്കെ ആവും, അതിൽ ഇന്ന ഉണ്ടാവില്ല, എന്നെ ഉണ്ടാവും. അത് അവിടെ അതിന് വേണമെങ്കിൽ ആദ്യത്തെ ദിവസമൊക്കെ വെച്ച് ഒരു പണ്ഡിതനെ കൊണ്ട് പറയിപ്പിക്കുക. ആവശ്യമുള്ള ഈ നിക്കാഹുത്തുബക്ക് എന്താ തെളിവ്? നമ്മൾ ആവശ്യമുള്ളവർക്ക് നടത്താമെന്നാണ് പറയുന്നത്. അതേപോലെ ആവശ്യമുള്ള സ്ഥലമാണ് ഇത് ഈ നിശ്ചയം എന്ന് പറയുന്നത്. അതിങ്ങനെ ഉണ്ട് ഉരുട്ടി പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിക്കും. അങ്ങനെയല്ല, അവിടെ ഒരാൾ അബ്ദുസലാത്തിന് ചൊല്ലിയിട്ട് നമ്മളെ ഇസ്ലാമിലെ കല്യാണം എന്നതാണ്, ഇങ്ങനെ പാടുള്ളൂ. അപ്പോൾ മറ്റേ കക്ഷി പറയണത് ഇങ്ങനെയാണെങ്കിൽ പറ്റും, ആ പഴം പിന്നാവില്ലേ നിക്കാഹ് നടക്കാൻ കണക്കാന്താ. എനിക്ക് അനുഭവമുണ്ട് ആ വിഷയം. അതായത് കല്യാണത്തിൽ ഇന്ന കാര്യങ്ങൾ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കല്യാണം മുടങ്ങിയതുണ്ട്. അത് മുടങ്ങേണ്ട സമയമാണത്, അപ്പം മുടങ്ങണത്. അത് കൂട്ടിക്കൊണ്ടുവന്ന് കണ്ട് പിന്നെ പെരയിൽ വന്നിട്ടല്ല മുടങ്ങേണ്ടത്, മനസ്സിലായോ? അത് അതിൻ്റെ പേരിൽ തെറ്റുകയാണെങ്കിൽ അവിടെ പടക്കം പൊട്ടിക്കൂല, അവിടെ ഡാൻസ് ചെയ്യൂല, അവിടെ ഈ ജാതി സംഗതി ഉണ്ടാവില്ല, അത് ഞങ്ങളെ കല്യാണത്തിൽ ഉണ്ടാവില്ല. അതൊന്നും ഉണ്ടാവില്ലേ, എന്നാൽ നമുക്ക് പറ്റൂല പറഞ്ഞാൽ അപ്പത്തിനെ ഇല്ലാതേക്കാം. ആ കല്യാണം ഒഴിവാക്കിയാൽ പോലെ ഒന്നും സംഭവിക്കൂലല്ലോ. പോലെ അത് ഞങ്ങൾ നിശ്ചയത്തിൽ സംസാരിച്ചപ്പോൾ അവർക്ക് നമ്മളെ കല്യാണ രീതി പറ്റില്ല എന്ന് ഒഴിവായി അറിയണം. അത് അവിടേക്ക് കൊണ്ടുവരുന്ന ചർച്ച. അങ്ങനത്തെ ഒരു പ്രായോഗികമായൊരവസ്ഥയ്ക്ക് കാര്യങ്ങൾ വരണം. ഞാൻ ഈ വിഷയം ഒരു റമദാനിന് ഒരു ക്ലാസ് എടുക്കുക എന്നുള്ളവർക്ക് മാത്രമല്ല, ഇത് സമൂഹത്തിൽ നമുക്കൊരു ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു മാർഗ്ഗരേഖ എന്നുള്ള അവതരിപ്പിച്ചാണ്. ഇത് വിയോജിക്കാം, അഭിപ്രായങ്ങൾ പറയാം, തിരുത്താം, നിർദ്ദേശങ്ങൾ പറയാം. അത് പൂർണ്ണമായിട്ടും അത് ഗുണകാംക്ഷപരമായ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കും. നമ്മൾ പറഞ്ഞതാണ് ഇതിൻ്റെ അവസാന വാക്കെന്നൊരു അഭിപ്രായമേ നമുക്കില്ല. ഒരു ചർച്ച വരണമെന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചു. അള്ളാഹു ഏറ്റവും ഹൈറായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വിവാഹങ്ങളെയും ഒക്കെ ക്രമീകരിക്കുവാനുള്ള ഒരു ത്വാക്കത്ത് നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ റമദാനിൽ പൂർണ്ണമായ നോമ്പ് നോൽക്കുവാനും ദാനം ചെയ്യാനും അമലുകൾ ചെയ്യാനും രാത്രി നിസ്കരിക്കാനും ഒക്കെയുള്ള ആരോഗ്യവും ആയുസ്സും അതിനുള്ളൊരു ത്വാക്കത്തും അല്ലാഹു എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, അവർക്കൊക്കെ സമ്പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ രോഗികളെ പരിചരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കൊക്കെ അല്ലാഹു ക്ഷമയും സഹനവും കൂടുതൽ ഹൈറും ബറക്കത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്, അവരുടെയൊക്കെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇന്ന് ഈ മതനിരാസം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്ന എല്ലാ വേലികളും നമ്മൾ അടച്ചു വെച്ച് നമ്മുടെ കുടുംബത്തെ ഇസ്ലാമികമായ രീതിയിൽ വളർത്തി വലുതാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.